ബീഹാറിലെ വിജയം കട്ടെടുത്തതാണ് എന്ന് ആരോപിക്കുകയാണ് കോൺഗ്രസ്. ഇന്ന് രാവിലെ KC വേണുഗോപാലിന്റെ വാക്കുകൾ നാം കേട്ടതാണ്. ബീഹാറിൽ എന്ത് നടക്കും എന്ന് വോട്ടെടുപ്പിന് മുന്നേ തന്നെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതുമാണ്. SIR-ഉം വോട്ട് ചോരിയുമാണ് ബീഹാറിലെ മഹാഗഠബന്ധന്റെ തകർച്ചയ്ക്കും BJP-യുടെ അഭൂതപൂർവമായ വിജയത്തിനും കാരണമെന്ന കോൺഗ്രസ് വാദം കേരളത്തിൽ പക്ഷേ CPM പൂർണ്ണമായും ഏറ്റെടുക്കുന്നില്ല. പകരം കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയാണ് MP ഗോവിന്ദൻ. ബീഹാറിലെ പരാജയത്തിന് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ? പ്രതിപക്ഷം മുമ്പത്തേക്കാൾ ആശയക്കുഴപ്പത്തിലാണ്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് VR അനൂപ്, ഇടതു നിരീക്ഷകൻ M ജയചന്ദ്രൻ, വലത് സഹയാത്രികൻ മിഥുൻ വിജയകുമാർ, മാധ്യമപ്രവർത്തകൻ K ഷാജി എന്നിവർ. ആദ്യം ജയചന്ദ്രനിലേക്ക്. ശ്രീ ജയചന്ദ്രൻ, ഗോവിന്ദൻ മാസ്റ്റർ വാക്കുകൾ അങ്ങ് കേട്ട് കാണുമല്ലോ. അതായത് ബീഹാറിൽ വോട്ട് പോളിംഗ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ഫയൽസ് പുറത്തുവിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഹരിയാനയിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മുന്നണിയും ഉൾപ്പെടെ ബീഹാറിൽ വോട്ടിന് ഇറങ്ങുമ്പോൾ തന്നെ, പോളിംഗ് നടക്കുന്നതിന് മുമ്പേ തന്നെ അവിടെ ഞങ്ങൾ തോൽക്കും, ജയിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല എന്ന് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അങ്ങനെ പോയ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറയാം. അവിടെ CPM എന്തുകൊണ്ടാകും കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ സമയം കണ്ടെത്തുന്നത്? ഹലോ അജിംസെ, ഒരു ചെറിയ തടസ്സം നേരിട്ടു. ഒന്നുകൂടെ ലാസ്റ്റ് ഭാഗം ഒന്നുകൂടെ പറയാം, അവസാന ഭാഗം ഒന്നുകൂടെ പറയുമോ ചോദിച്ചു. അതായത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം തുടച്ചു നീക്കപ്പെട്ടു. പക്ഷേ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിന് പോളിംഗിന് തൊട്ട് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഹരിയാനയിൽ എന്താണോ സംഭവിച്ചത് അതാണ് ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന്. എന്നിട്ടും അത് തന്നെ സംഭവിച്ചു. പക്ഷെ അപ്പോഴും CPM അവിടെ ഉണ്ടായിട്ടുള്ള വോട്ട് തെഫ്റ്റോ വോട്ട് ചോരിയോ SIR-ഓ ഒന്നുമല്ല വിഷയം. അവിടെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. കോൺഗ്രസ് എന്തോ ചെയ്തില്ല എന്ന് പറയുന്നു. വിശാല മതേതര ഐക്യം കെട്ടിപ്പടുക്കാൻ കോൺഗ്രസ് പരിശ്രമിച്ചില്ല എന്ന് കുറ്റപ്പെടുത്തുന്നു. അതായത് ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് എന്തുകൊണ്ടാവും MP ഗോവിന്ദൻ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ പിന്നെ താങ്കളുടെ ചോദ്യത്തിനുള്ള എനിക്ക് ഉള്ള മറുപടി അല്ലെങ്കിൽ എൻ്റെ പ്രതികരണം എന്ന് പറയുന്നത്, ഞാൻ കോൺഗ്രസ് ബീഹാർ ഇലക്ഷനെ കുറിച്ച് പറഞ്ഞതിനോടും ഞാൻ വിയോജിക്കുന്നില്ല, ഗോവിന്ദൻ മാഷ് പറഞ്ഞതിനോടും ഞാൻ വിയോജിക്കുന്നില്ല. പിന്നെ ഇന്നലെ ഈവൻ നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ ദില്ലിയിൽ BJP ആസ്ഥാനത്ത്, അതുവരെയും നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന പക്ഷക്കാരനാണ് ഞാൻ. പക്ഷേ മറ്റ് ചില അടിസ്ഥാന വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ ചില പ്രമാണങ്ങളായി നമ്മുടെ മുമ്പിൽ ഈ റിസൾട്ടിൽ എഴുന്നു നിൽക്കുന്നുണ്ട് അജിംസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ 20 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ജനവിധി തേടുമ്പോൾ തുടർന്നും അധികാരത്തിൽ വരണമെങ്കിൽ എന്തെങ്കിലും ഗിമ്മിക്കുകൾ കൊണ്ടോ ചെറുകിട തട്ടിപ്പുകൾ കൊണ്ടോ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതല്ലെങ്കിൽ വോട്ട് ചോരി എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ നടപടി കൊണ്ടോ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. അതിനപ്പുറമാണ് യാഥാർത്ഥ്യങ്ങൾ എന്നാണ് എൻ്റെ ഒരു ബോധ്യം. അതിൻ്റെ കാരണം ഞാൻ പറയാം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഈ പിന്നെ ഞാൻ നേരത്തെ മുതലേ ചർച്ചകളിൽ, പ്രത്യേകിച്ച് ഇലക്ഷൻ ചർച്ചകളിൽ സ്ഥിരമായി മീഡിയ വണ്ണിലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഈ ആൻറ്റി ഇൻകംബൻസി എന്നൊരു ഫാക്ടറിനെ കുറിച്ച് അതിനോട് യോജിക്കാത്ത ഒരാളാണ് ഞാൻ. ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എന്നൊരു ഫാക്ടർ തന്നെ ഈ 21ാം നൂറ്റാണ്ടിൽ ഇല്ല എന്നുള്ളതാണ് സഫോളജിസ്റ്റുകളുടെ ലോകത്താകമാനമുള്ള വ്യാഖ്യാനവും വന്നിട്ടുള്ളത്. അതിന് പകരം ഗുഡ് ഗവേണൻസ്, ബാഡ് ഗവേണൻസ് എന്നുള്ളതാണ് പുതിയ വ്യാഖ്യാനങ്ങളൊക്കെയും ഈ സഫോളജിസ്റ്റുകളുടെ ടെക്സ്റ്റുകളടക്കം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഗുഡ് ഗവേണൻസ് ഉള്ള ഗവൺമെൻറ്റുകൾക്ക് ഭരണ തുടർച്ച കിട്ടുകയും ബാഡ് ഗവേണൻസ് ഉള്ള ഗവൺമെൻറ്റുകൾക്ക് ഭരണ തുടർച്ച കിട്ടാതിരിക്കുകയും ചെയ്യുന്നതാണ് ആധുനിക ജനാധിപത്യ യുഗത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ഒരു സാമ്പ്രദായിക രീതിയായിട്ട് പുതിയ നൂറ്റാണ്ടിൽ വരുന്നതെന്നുള്ള ഒരു പുതിയ നിരീക്ഷണമൊന്നുമല്ല, നേരത്തെ മുതലേ ഉള്ളതാണെങ്കിലും ഇന്ത്യയിലെ മാധ്യമങ്ങളും വ്യാഖ്യാതാക്കളും അതിപ്പോഴും പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ മടി കാണിക്കുന്നുണ്ട് ഇപ്പോഴും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എപ്പോഴും ചർച്ച ചെയ്യുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ഉന്നതങ്ങളിലേക്ക് പോകുന്തോറും നമ്മൾ കൂടുതൽ വിനീതനാവണം എന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ വേദപുസ്തകത്തിൽ തന്നെ പറയുന്നൊരു സംഗതിയാണത്. പക്ഷേ ഇവിടെ ഈ ഡെമോക്രസിയിൽ തിരിച്ചാണ് വരിക. കാരണം സൂക്ഷ്മമായ കഠിനമായ അച്ചടക്കം പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു ഭരണ തുടർച്ച സ്ഥിരമായി ഏത്
ഭരണത്തിൽ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ് അടിസ്ഥാന പ്രമാണമായി അല്ലെങ്കിൽ അടിസ്ഥാന യാഥാർത്ഥ്യമായി ഞാൻ കാണുന്ന മറ്റൊരു വസ്തുത. അല്ലെങ്കിൽ ജനങ്ങൾ ആ അധികാരി വർഗത്തിനെ തന്നെ പുറന്തള്ളും. അത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ 20 വർഷമായിട്ടും ബീഹാർ ഇന്നും ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം മുറ്റി നിൽക്കുന്ന സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കൂടിയ സംസ്ഥാനം ബീഹാർ തന്നെയാണല്ലോ. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഒരു ബീഹാറിലെ നേതാവിനും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഈ 20 വർഷം കഴിഞ്ഞിട്ടും ആ ദാരിദ്ര്യമുള്ള ബീഹാറിനെ, നിലവിലുള്ള ഗവൺമെൻറ്റിനെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് വോട്ടർമാർ ബീഹാറിന് പുറത്തുള്ള ഇന്ത്യയോട് പറയുന്നത്? എന്താണ്? ഞങ്ങൾക്ക് വിശ്വാസമാണ് ഈ 20 വർഷക്കാലം ബീഹാറിനെ പട്ടിണിയിൽ നിർത്തിയ അല്ലെങ്കിൽ പട്ടിണിയിൽ നിന്ന് മാറ്റാൻ കഴിയാത്ത സർക്കാരിനെ എന്നുള്ളതാണോ, അതോ ഞങ്ങളെ നയിക്കാൻ വരുന്ന ഇവർക്കെതിരായി നിൽക്കുന്ന ശക്തികൾ അധികാരത്തിൽ വന്നാൽ ഇവരെ പോലെ ഞങ്ങൾ അവരെ ഉൾക്കൊള്ളുന്നില്ല എന്നതാണോ? ആ മെസ്സേജാണ് മനസ്സിലാക്കേണ്ട കാര്യം. മറ്റൊന്ന്, വോട്ട് ചോരി എന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞല്ലോ, ആ കാര്യം താങ്കൾ സൂചിപ്പിച്ചല്ലോ. ഈ വോട്ട് ചോരിയെക്കുറിച്ച് എപ്പോഴാണ് വരുന്നത് ചർച്ച? ഹരിയാന ഇലക്ഷനെ സംബന്ധിച്ച് 2024 ഒക്ടോബറിലെ ഇലക്ഷനെ പറ്റി 2025 ഒക്ടോബറിലാണ് വോട്ട് ചോരി ആരോപണമായിട്ട് രാഹുൽ ഗാന്ധി വരുന്നതെന്ന് ഓർക്കണം. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു സംഗതിയുണ്ട്. അന്ന് തന്നെ മീഡിയ വണ്ണിൽ ഈ വോട്ട് ചോരി ആരോപണം നടന്ന അന്ന് തന്നെ മീഡിയ വണ്ണിലൊരു ചർച്ച ഉണ്ടായിരുന്നു. അജിംസ് അല്ലായിരുന്നു എന്ന് തോന്നുന്നു, അതോ താങ്കളാണോ സംശയമുണ്ട്. അവിടെ ആ ചർച്ചയിൽ അധികം പേരിൽ ഒറ്റയാളേ ഉള്ളൂ. വന്നത് കോൺഗ്രസിൻ്റെ ലിജു ആണ്. ലിജു ഒരു പരമസത്യം അതിൽ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞ സത്യം ഇതാണ്: മറ്റ് സംസ്ഥാനങ്ങൾ, നമ്മുടെ കേരളം പോലെയല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, അവിടെയൊന്നും ഗ്രൗണ്ട് ലെവലിൽ, ബൂത്ത് ലെവലിൽ വർക്ക് ചെയ്യാനായിട്ട് പ്രവർത്തകരില്ല എന്നുള്ള വസ്തുതയാണ്. ആ ഒരു വലിയ യാഥാർത്ഥ്യം ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പിന്നിലുണ്ട് എന്നുള്ളതാണ് അവിടെ യൂത്ത് കോൺഗ്രസിൽ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിരുന്ന എൻ്റെ അനുഭവം എന്ന് ലിജു പറയുന്നത് ഞാൻ കേട്ടത് മീഡിയ വണ്ണിലെ ചർച്ചയിലാണ്. അത് സത്യമായ, വളരെ പരമസത്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി എന്ന് പറയുന്നത് ഈ BJPക്ക് അങ്ങനെ അല്ലെന്നേ. BJPക്ക് RSSന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗ്രൗണ്ട് ലെവലിൽ നന്നായിട്ട് പോയിന്റുകൾ ഇങ്ങനെ ക്രമീകരിക്കാം. ഒന്ന്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക്, അതിൽ CPM-ഉം CPI മാർക്സിസ്റ്റ് ലെനിനിസ്റ്റും ഒക്കെ പെടും, RJD-യും ഒക്കെ പെടും. അവർക്ക് ബൂത്ത് ലെവലിൽ, ഗ്രൗണ്ട് ലെവലിൽ വേണ്ടത്ര സംഘടനാ സംവിധാനമില്ല. BJPക്ക് അതുണ്ട്. ഓക്കെ, അങ്ങ് പറഞ്ഞ മറ്റൊരു 2 കാര്യങ്ങളിലേക്കാണ് എൻ്റെ ഫോക്കസ്. ഒന്ന്, ഗുഡ് ഗവേണൻസ്, ബാഡ് ഗവേണൻസ്. ഇതാണ് ജനം തിരഞ്ഞെടുക്കുന്നത് എന്നാണ് അങ്ങയുടെ ഒരു തിയറി. ഓക്കെ, നിതീഷ് കുമാർ 20 വർഷമായി, ചെറിയൊരു ഇടവേള ഒഴിച്ചാൽ, ജിതൻ റാം മാഞ്ചി വന്ന ഇടവേള ഒഴിച്ചാൽ അദ്ദേഹം തുടർച്ചയായി മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഗുഡ് ഗവേണൻസ് ആണ് എന്ന തിയറി അങ്ങ് മാത്രമല്ല പലരും പറയുന്നുണ്ട്. ഗുഡ് ഗവേണൻസ് ആണെങ്കിൽ അതിൻ്റെ ഫലം അവിടെ കാണണമല്ലോ. അതിൻ്റെ ഫലം എന്താണ്? ആ ഗുഡ് ഗവേണൻസിൻ്റെ ഫലം എങ്ങനെയാണ് ബീഹാറിൽ റിഫ്ലക്റ്റ് ചെയ്തത്? അല്ല, ഞാനതും പറഞ്ഞു. അതിനൊപ്പം തന്നെ എൻ്റെ ആ ആർഗ്യുമെൻറ്റിനൊപ്പം തന്നെ ഞാൻ അതും പറഞ്ഞു. ഗുഡ് ഗവേണൻസും ബാഡ് ഗവേണൻസുമാണ് ജനങ്ങളെ ഇരുത്തി ചിന്തിപ്പിച്ച് ഭരണ തുടർച്ച കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഭരണ തുടർച്ച ഇല്ലാതാക്കുന്നത്. ഇവിടെ പക്ഷേ 20 വർഷം തങ്ങളെ ദാരിദ്ര്യത്തിൽ തന്നെ നിർത്തിയ സർക്കാരിനെ വീണ്ടും എലക്ട് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എതിർഭാഗത്ത് നിൽക്കുന്നവർ ഇവരെക്കാളും മോശമാണ്, അവർക്ക് അധികാരം കൊടുക്കാൻ കഴിയില്ല എന്നുള്ള അവരുടെ ഒരു അഭിപ്രായമാണ് നമ്മൾ കേൾക്കുന്നത്. 2020 തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി RJD ആയിരുന്നു. അപ്പോൾ RJD JDU-വിനേക്കാളോ BJP-യേക്കാളോ മോശം പാർട്ടിയാണ് എന്ന ബോധ്യം 2020 ബീഹാറിലെ ജനങ്ങൾക്കില്ല. 5 വർഷം കൊണ്ട് അവർ മോശമാണ് എന്നെങ്ങനെയാണ് പ്രതിപക്ഷത്തിരുന്ന് അവർ തെളിയിച്ചോ? അല്ല, അങ്ങനെ നമ്മളത് ആ ഒരു ലെവലിലേക്കാണ് നമ്മളുടെ ചിന്ത അല്ലെങ്കിൽ ചർച്ച പോകേണ്ടതെങ്കിൽ ഇറ്റ്സ് ഓക്കെ. കാരണം വളർച്ച RJD-ക്ക് സീറ്റ് നിലയിൽ വളർച്ച പിന്നോട്ടടിച്ചു, പക്ഷെ വോട്ട് നിലയിലോ സ്റ്റാഗ്നൻ്റ് ആണത്. 23%. അത് ബിജു ജനതാദളിനേക്കാളിലും അല്ലെങ്കിൽ ഈവൻ BJP-യേക്കാളും അവരുടെ ഒന്ന് ആ ടാലിയിൽ നിന്ന് എടുത്തു നോക്കൂ. ആർക്കാണ് വളർച്ച മുരടിച്ചത്? RJD-ക്ക് വളർച്ച മുരടിച്ചു എന്ന് എങ്ങനെയാണ് ആ നോട്ടത്തിലൂടെ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഞാനീ പറഞ്ഞ ഗുഡ് ഗവേണൻസും ബാഡ് ഗവേണൻസും ജനങ്ങളുടെ അനുഭവമാണ്. അവർ ഇയാളുടെ ഉദാഹരണത്തിന് നിതീഷ് കുമാറിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റിലായിരുന്നല്ലോ, ഇത്തരത്തിലുള്ള ഫ്രീ ബീസിലായിരുന്നില്ല ഒരു ഘട്ടം വരെ, അല്ലെങ്കിൽ 15 കൊല്ലം വരെ. കഴിഞ്ഞ 5 വർഷമാണല്ലോ ഇതെല്ലാം വരുന്നത് ഇങ്ങോട്ട്.
15 വർഷം വരെ അദ്ദേഹം ഡെവലപ്മെന്റൽ പൊളിറ്റിക്സിൽ വിശ്വസിക്കുന്ന ആളാണ്. അതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ റോഡുകള്, പാലങ്ങള്, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിക്കുന്ന ഫ്രീബീസ് ജനങ്ങളെ സ്വാധീനിച്ചു, ജനങ്ങൾക്ക് അനുഭവവേദ്യമായി. ഓക്കെ, ആ തിയറിയും ഫ്ലോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സ്ത്രീ വോട്ടർമാരുടെ സംഖ്യ കൂടാൻ കാരണം അവസാന ഘട്ടത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ പ്രഖ്യാപിച്ച 10,000 രൂപയാണ്. ആ 10,000 രൂപ ലഭിച്ച ആളുകളൊക്കെ കൂട്ടം കൂട്ടമായി വന്ന് നിതീഷ് കുമാർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. ആ തിയറി നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അങ്ങനെയെങ്കിൽ ഈ ഫ്രീബീസ് എല്ലാ സംസ്ഥാനങ്ങളിലും ഇൻകംബന്റ് സർക്കാരുകളെ സഹായിക്കണ്ടേ? നിതീഷ് കുമാർ മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഫ്രീബീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയാം. 2023 രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് പ്രഖ്യാപിച്ചത് 1.25 ലക്ഷം കോടിയുടെ 15,000 കോടിയുടെ ഫ്രീബീസാണ്. 500 രൂപയ്ക്ക് ഗ്യാസ് മുതൽ ഹെൽത്ത് ഇൻഷുറൻസ് മുതൽ പച്ച തൊട്ടില്ല. വേറൊരു ഉദാഹരണം, 2024 ആന്ധ്രയിൽ ജഗൻമോഹൻ 2019 മുതൽ 2024 വരെയുള്ള 5 വർഷം കൊണ്ട് ചെലവാക്കിയത് 1.25 ലക്ഷം കോടി രൂപയാണ്. അതുകൊണ്ട് തന്നെ ആന്ധ്രയുടെ പൊതുകടം 10 ലക്ഷം കോടി രൂപയായി മാറി. 11 സീറ്റിലേക്ക് ഒതുങ്ങി ജഗൻ. അപ്പോൾ ഈ തിയറി എല്ലായിടത്തും ആപ്ലിക്കബിൾ ആവുന്നില്ല. ഓൺലി വെൻ കോൺഗ്രസ് ഇതര സർക്കാരുകൾക്ക് മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ ആവുന്ന ഈ തിയറി. അല്ല, താങ്കൾ പറഞ്ഞതിനോട് ഈ മറ്റ് സംസ്ഥാനങ്ങളുടെ അങ്ങനെ മാത്രമാക്കണ്ടെന്നേ. ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഒഴിച്ച് ബാക്കി ഏത് സ്റ്റേറ്റാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ പണം കൊടുക്കാത്തതെന്നുള്ളത് മാത്രം ഒന്ന് ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കൂ. അപ്പൊ അറിയാം അതിന്റെ സ്റ്റേറ്റുകൾ മാത്രമല്ല, എല്ലാ സ്റ്റേറ്റുകളും. ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശിൽ കാശ് കൊടുത്തു. അവർ അല്ല, ഞാൻ പറഞ്ഞ ഏറിയും കുറഞ്ഞും എല്ലാ സ്റ്റേറ്റുകളും അത് ചെയ്യുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ കൊടുത്തു, അവർ അധികാരത്തിൽ. അല്ല, അതെ ഞാൻ പറഞ്ഞത് അവിടെ പക്ഷേ അശോക് ഗെഹ്ലോട്ട് പണം കൊടുക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, അല്ല അശോക് ഗെഹ്ലോട്ട് പണം കൊടുക്കുമ്പോൾ അവർക്ക് ഭരണത്തിൽ വരാൻ കഴിയുന്നില്ല. ജഗൻമോഹൻ കാശ് കൊടുത്താൽ അവർക്ക് വരാൻ കഴിയുന്നില്ല. ഇതെങ്ങനെയാണ്, അതെങ്ങനെയാണ് ആ തിയറി ശരിയാവുക? അല്ല, ഞാനതൊരു തിയറിയായിട്ടല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 20 വർഷക്കാലം എടുക്കുമ്പോൾ 15 വർഷക്കാലവും ഇദ്ദേഹം ഡെവലപ്മെന്റൽ പൊളിറ്റിക്സിലായിരുന്നു നിന്നിരുന്നത്. അദ്ദേഹത്തിന് ഞാൻ ആ രൂപത്തിൽ അദ്ദേഹത്തെ അനലൈസ് ചെയ്ത് പറയുകയായിരുന്നു ചെയ്തത്. പക്ഷേ താങ്കൾ ഇത് മാത്രമാണ് എടുത്തതെന്നുള്ളത് അത്രേ ഉള്ളൂ. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞതാണ്, ഈ 15 വർഷം ഡെവലപ്മെന്റൽ പൊളിറ്റിക്സിൽ നിൽക്കുകയും അതിനുവേണ്ടി നിൽക്കുകയും ചെയ്തിട്ടുള്ള നിതീഷ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഫ്രീബീസിലേക്ക് കടക്കുന്നതിന് അദ്ദേഹം തയ്യാറാവുകയും പിന്നെ അത് ഒരു ഓവർനൈറ്റിലുണ്ടായ ഒരു പദ്ധതിയല്ല, ഒരു പ്രോജക്റ്റ് അല്ലല്ലോ ഈ ഫ്രീബീസ് എന്ന് പറയുന്നത്. അങ്ങനെ കരുതുമ്പോഴാണത് പ്രശ്നമാവുന്നത്. ഓവർനൈറ്റിലുണ്ടാകുന്നൊരു കാര്യമല്ല. അത് അതിൻ്റേതായിട്ടുള്ള സമയമെടുത്ത് BJP-യുടെ യൂണിയൻ ഗവൺമെൻറ്റും പിന്നെ ബീഹാറിലെ നിതീഷ് ഗവൺമെൻറ്റും ചേർന്നിട്ടുള്ള ഒരു ടൈപ്പായിട്ടാണ് ഈ സാധനം വരുന്നത്. അത് തന്നേ പറ്റൂ എന്നുള്ള നിലയിൽ തന്നെ വാങ്ങിക്കുന്നുണ്ടെന്ന് മറ്റു പലരും പറയുന്നുണ്ട്. അതെനിക്കറിഞ്ഞു. ഇവിടെ തന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചുള്ളതിനെ കുറിച്ച് എനിക്ക് നല്ല തിട്ടമില്ല. പക്ഷേ അങ്ങനെ ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് മറ്റൊരു കാര്യമാണ്, ഞാൻ അതിലേക്ക് വരുന്നില്ല. പക്ഷെ അങ്ങനെ വാങ്ങിച്ച് വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റായിട്ടാണ് അവരിത് കൊണ്ടുവരുന്നത്. അതിൻ്റെ മെച്ചം അവർക്ക് കിട്ടിയതിന് മറ്റു പല ഘടകങ്ങളും ഉണ്ടാവാം. പക്ഷെ ഞാൻ പറയുന്നത് ഗുഡ് ഗവേണൻസ് ഓർ ബാഡ് ഗവേണൻസ് എന്നുള്ളതാണ് ജനങ്ങൾ അടിസ്ഥാനപരമായിട്ട് വിധി നിർണ്ണയിക്കാനായിട്ട് തീരുമാനിച്ചത്. ഒന്ന്. രണ്ട്, ഈ നന്നായിട്ട് പണിയെടുക്കാൻ കഴിയുന്ന സംഘടനാ സംവിധാനം അവർക്കുണ്ട്. നിതീഷ് കുമാറിന്റെ ഏതോ അർത്ഥത്തിലുള്ള ഗുഡ് ഗവേണൻസ് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, ആളുകൾ വോട്ട് ചെയ്തു, അദ്ദേഹം ജയിച്ചു. അത് ഞാൻ വരാങ്ങയിലേക്ക്. ശ്രീ VR അനൂപ്, പലതരം തിയറികൾ വരുന്നുണ്ട്. അതായത് കോൺഗ്രസിന്റെ ആരോപണം ഇന്ന് KC വേണുഗോപാൽ പറയുന്നത് ഹരിയാനയിൽ സംഭവിച്ചത് തന്നെയാണ് അവിടെയും സംഭവിച്ചത്, ജയം കട്ടെടുത്തതാണ് എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുന്നു. 90% സീറ്റിൽ ഒരു പാർട്ടി, ഒരു മുന്നണിയൊക്കെ ജയിക്കുക എന്നത് അസംഭവ്യമാണ്, അസ്വാഭാവികമാണ്, ജനാധിപത്യത്തിൽ വളരെ റെയറായി മാത്രം സംഭവിക്കുന്നതാണ് എന്നാണ് അദ്ദേഹം അതിന് പറയുന്ന കാര്യം. അത് ശരിയാകും ഒരു പക്ഷേ അതിന് തെളിവുകളുടെ പിൻബലമില്ല. പക്ഷേ മറ്റ് തിയറികൾ വരുന്നു. ഗുഡ് ഗവേണൻസ് ആണ് എന്ന് M ജയേന്ദ്രൻ പറയുന്ന ഒരു കാര്യം, ജനങ്ങൾക്ക് അനുഭവവേദ്യമായ ഒരു കാര്യം. 10,000 രൂപ അക്കൗണ്ടിലേക്ക് വരുവാണ് തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ്. ഓഗസ്റ്റിൽ പ്രഖ്യാപിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നവംബറിൽ പോലും ആ പണം കിട്ടുന്നു. ആളുകൾ, പ്രത്യേകിച്ചും ബീഹാർ പോലുള്ള ഒരു ദരിദ്ര സംസ്ഥാനത്തെ ആളുകൾ പണം വാങ്ങി വോട്ട് ചെയ്യുന്നു. ആ തിയറി ശരിയായിക്കൂടെ? അജിംസെ, കോൺഗ്രസ് ഈ രാജ്യത്ത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് ആദ്യമായിട്ടാണോ? അടിയന്തരാവസ്ഥയെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടപടലം പരാജയപ്പെട്ടിട്ടില്ലേ? ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പരാജയപ്പെട്ടു. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് തുടച്ചു നീക്കപ്പെട്ടു. പക്ഷെ അന്നൊന്നും ഇത്ര ആരോപണം ഉണ്ടായിട്ടില്ലല്ലോ.
ഇത് ആരോപണം ഉന്നയിക്കാൻ വേണ്ടി ആരോപണം ഉന്നയിക്കുന്നതല്ലോ. AB വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ സംഘപരിവാറിന്റെ ഈ പറഞ്ഞ 5 വർഷം ഭരിച്ചൊരു ആദ്യത്തെ ഗവൺമെന്റ് ഉണ്ട്. ആ സമയത്ത് ഇത് ഉയർന്നു വന്നിട്ടില്ല. ഇത് കോൺഗ്രസ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറയുന്നത് പോലും ഒരു അതിവാദമാണെന്ന് വ്യക്തമായ തെളിവുകൾ ഈ രാജ്യത്ത് നിലനിൽക്കുകയല്ലേ. ഇത് ആദ്യമായി ഞങ്ങൾ പറയുന്നതല്ലോ. ഹരിയാനയുടെ അനുഭവമുണ്ട്, മഹാരാഷ്ട്രയുടെ അനുഭവമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപേ തന്നെ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി നിങ്ങൾ അതിനു മുൻപേ പറഞ്ഞത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ലഭ്യമായ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് പല കാര്യങ്ങളും അതിനെ നിഗൂഢവൽക്കരിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് കൺമുന്നിൽ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പോലും നമ്മൾ ഈ നേരത്തെ ജയേന്ദ്രൻ സാർ എന്തോ പറഞ്ഞു, ഞാൻ ആ ചർച്ച മുഴുവനായി കേട്ടില്ല. ഗുഡ് ഗവേണൻസ് തുടങ്ങിയ ചർച്ചകളിലൊക്കെ ഇതിനെ കൊണ്ടുപോകുന്നത് അടിസ്ഥാന പ്രശ്നത്തെ തമസ്കരിക്കുകയാണെന്നേ. ഇവിടെ എന്താണ് പ്രശ്നം? 68 ലക്ഷം വോട്ടുകൾ വെട്ടി മാറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ 68 ലക്ഷം അത്ര നിസ്സാരമാണോ? 68 ലക്ഷം വോട്ടുകൾ, ആകെ വോട്ടുകൾ വെട്ടി മാറ്റപ്പെടുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വെട്ടി മാറ്റപ്പെടുന്ന 20,000 വോട്ടാ. ആവറേജ് 20,000 അത് കൂടാതെ 21 ലക്ഷം വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. അത് ആവറേജ് 6,000 വോട്ടാണ്. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 25,000 26,000 വോട്ടിന് ഡിഫറൻസ് എന്ന് പറയുന്നത് അവിടുത്തെ മൊത്തം ഫലത്തെ അട്ടിമറിക്കാൻ പര്യാപ്തമാണെന്നേ. നമ്മൾ വേറെ കാരണങ്ങൾ തേടി പരക്കം പായേണ്ടതുണ്ടോ എന്നുള്ളതാണ് അജിംസന്റെ ചോദ്യം. ഈ 68 ലക്ഷത്തിന്റെ കണക്ക് അത് ചെറിയൊരു സംഖ്യയല്ലല്ലോ. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് വരുന്ന 21 ലക്ഷം വോട്ടുകൾ. ഇവിടെ ചിരാഗ് പസ്വാന്റെ പാർട്ടിക്ക് 5 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് കുറയാണ്. അപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞിട്ട് ഒരു സീറ്റ് ഉണ്ടായിരുന്ന പാർട്ടിക്ക് 20 സീറ്റ് കൂടുതൽ കിട്ടുക. ഇത് വളരെ ഈ പറയുന്ന അസാധാരണമായ സംഭവങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്ന് ചൂണ്ടിക്കാണിച്ച കാര്യം വളരെ കൃത്യമല്ലേ. ഇലക്ഷൻ വളരെ കൃത്യമായ വലിയ വേവ് ഉണ്ടായിരുന്ന ഇലക്ഷനിൽ അദ്ദേഹം KC വേണുഗോപാൽ തന്നെ എന്ന് പറയുന്നുണ്ട്. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം ഇന്ത്യയുടെ ഇലക്ട്രൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തരംഗമായിരുന്നു ഇന്ദിരാ തരംഗം എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ്. ജവഹർലാൽ നെഹ്റുവിന് പോലും കിട്ടാത്ത തെരഞ്ഞെടുപ്പിൽ പോലും ഈ 90% എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയിട്ടില്ലാന്നേ. അത്തരം ഒരു വേവ് അവിടെ ഉണ്ടായിരുന്നു എന്ന് താങ്കൾക്ക് അന്വേഷിച്ചുകൂടെ? ഇവിടെ മാധ്യമപ്രവർത്തകർ അവിടെ റിപ്പോർട്ട് ചെയ്ത ആളുകളോട് ചോദിച്ചാൽ അത്തരം ഒരു വേവ് ഒന്നും ഇല്ലാതെ സംഭവിക്കുന്നുവെങ്കിൽ അത് അസ്വാഭാവികമായ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു ഇലക്ഷൻ ഫലമാണെന്നേ. ഡിസൈൻ ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് NDA മുന്നണിക്ക് മാത്രം അനുകൂലമല്ല. അത് നിതീഷ് കുമാർ മുന്നണി വിട്ടുപോയാലും BJPക്ക് ചിരാഗിനെ കൂട്ടി ഭരിക്കാവുന്നത്ര തരത്തിൽ കൃത്രിമമായി സൃഷ്ടിച്ച ഒരു ഇലക്ഷൻ റിസൾട്ടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് തോറ്റു, ഗുഡ് ഗവേണൻസ് ആണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയമാണ്, മുന്നണിയിലെ ഐക്യക്കുറവാണെന്നൊക്കെ പറയുന്നത് ആ പ്രശ്നത്തെ തമസ്കരിക്കുകയും തിരസ്കരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞൊരു 5-6 സീറ്റുകളുടെ കാര്യം പറയാം. ആ സീറ്റുകൾ തോറ്റു എന്ന് പറയാം, അല്ലെങ്കിൽ പ്രചരണ പരിപാടികളുടെ അപര്യാപ്തം എന്ന് പറയാം. പക്ഷെ ഇതിനെയൊക്കെ അതിലംഘിക്കുന്ന ഒരു കനത്ത വിജയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫാക്ടേഴ്സ് കൊണ്ടുണ്ടായതേ അല്ല. ഈ പറയുന്ന കൃത്യമായ BJPക്ക് ചിരാഗ് പസ്വാന്റെ പാർട്ടി LJPയുമായി കൂടിച്ചേർന്ന് നിതീഷ് കുമാർ ഒഴിവായാൽ പോലും ലഭിക്കാവുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിൽ നേരത്തെ പറഞ്ഞ 68 ലക്ഷം പ്ലസ് 21 ലക്ഷം തന്നെയാണ് പ്രവർത്തിച്ചത്. അതിനകത്തൊരു സംശയവും വേണ്ട. നമ്മൾ ചർച്ചയുടെ ഗതി ആ തരത്തിലേക്ക് കൊണ്ടുപോകുന്നത് യഥാർത്ഥ പ്രശ്നത്തെ മൂടി വെക്കുന്നതിന് സഹായിക്കുന്നതാണ്. ആദ്യം ഈ ചർച്ച MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്ന ഒരു കാര്യം, ഈ വിശാലമായ മതേതര ഐക്യം കെട്ടിപ്പടുക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതാണ് ബീഹാറിൽ ഒരു കാരണം, പരാജയത്തിന്റെ ഒരു കാരണം അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, MV ഗോവിന്ദൻ മാസ്റ്റർ അങ്ങനെ പറയുമെന്ന് അങ്ങേക്കും എനിക്കും അറിയാം. MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് എന്താ, ഇവിടെ വേറെ വിഷയം നിൽക്കുന്നുണ്ടല്ലോ. കോൺഗ്രസ് സ്വാഭാവികമായും മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയ പാർട്ണറാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. കീ റോൾ വഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കോൺഗ്രസിനെ വിമർശിക്കാം. പക്ഷെ ഇവിടെ CPM നിർവഹിച്ച പങ്കെന്താ? രാഹുൽ ഗാന്ധി വോട്ട് ചോരിയെ കുറിച്ച് തെളിവോടെ സഹിതം പത്രസമ്മേളനം ഉന്നയിച്ചു. പിറ്റേ ദിവസം പിണറായി വിജയന്റെ പത്രസമ്മേളനമുണ്ട്. സ്വാഭാവികമായും ഇന്ത്യയിൽ CPMന് പബ്ലിക്കിന് മുന്നിൽ വെക്കാവുന്ന ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ജനങ്ങൾ കേൾക്കുന്ന നേതാവ് എന്ന് പിണറായി വിജയനല്ലേ? അവർക്കുള്ള ഏക മുഖ്യമന്ത്രിയല്ലേ? രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി പിറ്റേ ദിവസം അത്ര പത്രസമ്മേളനം പിണറായി വിജയൻ നടത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നല്ലേ പറഞ്ഞത്. പക്ഷെ അത് ആ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയെ കുറിച്ചല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പിണറായി വിജയൻ സംസാരിച്ചത്. വോട്ട് ചോരിയെ കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിന്റെ പിറ്റേ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് സംസാരിച്ച മുഖ്യമന്ത്രിയുടെ പേരെ പിണറായി വിജയൻ. സ്റ്റാലിൻ സംസാരിച്ചിട്ടുണ്ട്, മമതാ ബാനർജി സംസാരിച്ചിട്ടുണ്ട്. പിണറായി വിജയന്റെ മൗനം എന്ന് പറയുന്നത് ആരെ സഹായിക്കാനാ? അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ടേ? നമുക്ക് ഈ പറയുന്ന MV ഗോവിന്ദൻ മാസ്റ്റർക്ക് ഞങ്ങളെ കുറ്റം പറയാം, ഇവിടെ നിൽക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾക്ക് അങ്ങേക്കടക്കം ഞങ്ങൾ വിമർശിക്കാം. പക്ഷേ ഈ പ്രശ്നത്തെ ഈ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചത് ആരാ?
വോട്ട് ചോരി എന്ന് പറയുന്ന പ്രശ്നം ശരി, ഉന്നയിച്ച രാഹുൽ അനൂപ് അനൂപിന്റെ പോയിന്റ് ഗാന്ധിയാണല്ലേ? വ്യക്തമാണ്. ഞാൻ അനൂപിലേക്ക് വരാം. അനൂപ് കറക്റ്റ്. ശ്രീ മിഥുൻ, ഇവിടെ അനൂപ് ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം SIR ആണ്. ഇപ്പോൾ SIR-നെ കുറിച്ച് ഈ കോൺഗ്രസിന്റെ ആരോപണം ശരിവെക്കുന്ന ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വോട്ട് ഡിലീഷൻ നടന്ന SIR-ൽ വോട്ട് ഡിലീഷൻ നടന്ന 174 മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ 91 എണ്ണത്തിൽ അവിടെ നിന്ന് നീക്കം ചെയ്ത വോട്ടിനേക്കാൾ ചെറുതാണ് അവിടെ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ മാർജിൻ. അതായത് 1000 വോട്ടിലും താഴെ വിജയിച്ച പല സ്ഥലങ്ങളിലും അതിന് മുകളിൽ വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന വളരെ ഗ്ലെയറിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് മുന്നോട്ട് വയ്ക്കുന്നു. അതെല്ലാം ഈ 91 ഇന്ത്യ മുന്നണിയിൽ നിന്ന് NDA-യിലേക്ക് ആ സീറ്റുകൾ മാറിയിട്ടുമുണ്ട്. ഇത് അസ്വാഭാവികമല്ലേ? മിഥുൻ പറയുന്നത് കേൾക്കുന്നില്ല. ഉത്തരവും നൽകാം. ഓക്കെ, പക്ഷെ അതിനു മുമ്പ് ഞാൻ തുടർന്നോളൂ മിഥുൻ, കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ അനൂപ് സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ കേട്ടു. കോൺഗ്രസ് എത്രത്തോളം അപ്രസക്തമാണ് ബീഹാറിൽ എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അജിംസിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് അനൂപിനോട് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം, കോൺഗ്രസിൻ്റെ ബീഹാറിലെ സംസ്ഥാന അധ്യക്ഷൻ്റെ പേരൊന്ന് പറയാൻ. സീരിയസ്ലി എനിക്കറിയില്ല മിഥുൻ. അനൂപിനറിയെങ്കിലും അനൂപ് പറയും. അല്ല, നിങ്ങൾ പറഞ്ഞോ. അതാണ് അത്രേ ഉള്ളൂ. കോൺഗ്രസ് അദ്ദേഹം ഇവിടെ നടത്തിയ വാചക കസരത്തിന്റെ ഒന്ന് പറയാമോ? കോൺഗ്രസിൽ ശ്രീ അനൂപ് പറയാം. 29 ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും PCC പ്രസിഡന്റുമാരുടെ പേര് ചോദിച്ചുള്ള പരീക്ഷ എന്നല്ലോ ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പേര് മാത്രമാണ് അനൂപ്. അല്ല, ഞാൻ പറയുന്നത് നിങ്ങളോട് ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, മറ്റേ സംസ്ഥാനത്ത് ഛത്തീസ്ഗഡില് അപ്പൊ അത്രേ ഉള്ളൂ കോൺഗ്രസ് ബീഹാറിൽ. മനസ്സിലായില്ലേ? ഇവിടെ ഇരുന്ന് ബീഹാറിന് വേണ്ടി സംസാരിക്കുന്ന അനൂപിന് പോലും അത്രേ ഉള്ളൂ കോൺഗ്രസ് ബീഹാറിൽ. അപ്പൊ താങ്കൾ ഇവിടെ ഇരുന്ന് വാചക കസരത്ത് നടത്തിയിട്ട് കാര്യമില്ല. ബീഹാറിൽ കോൺഗ്രസ് അപ്രസക്തമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ പേര് കാണാതെ അറിയാവോ എല്ലാവർക്കും? അല്ല, എല്ലാ സ്റ്റേറ്റിലും വേറെ കാര്യമാണ്. BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും പേര് കാണാതെ അറിയാവോ? ചോദ്യം ചോദിക്കൂ. ഞാൻ ചോദിച്ചോളൂ നേരത്തെ. അല്ല, അറിയില്ല. പക്ഷെ ബീഹാറിലെ ഇലക്ഷൻ നടന്നത്, ഇലക്ഷൻ നടന്ന സംസ്ഥാനത്തിലെ പ്രസിഡന്റിന്റെ പേര് പോലും അറിയാതെയാണ് അനൂപ് ഇവിടെ വന്നിട്ട് BJP കുറ്റം പറയുന്നത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആ വിഷയം അവിടെ ഇരിക്കട്ടെ. അപ്പം ഇലക്ഷൻ നടന്ന സംസ്ഥാനത്തെ പ്രസിഡന്റിന്റെ പേര് പോലും താങ്കൾക്ക് അറിയില്ല. അപ്പൊ താങ്കൾ ഇവിടെ വന്നിട്ട് വലിയ വാചക കസരത്ത് നടത്തിയിട്ട് ഇവിടെ എന്തോ വലിയ അട്ടിമറി നടന്നു, ഇവിടെ എന്തോ വലിയ പ്രശ്നം നടന്നു, ഇവിടെ എന്തോ വോട്ട് കൊള്ള നടന്നു, ഇത് കുറെ കാലമായി പറയല്ലേ, ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ആളുകള്. അപ്പൊ അനൂപേ ഒന്ന് കേൾക്കൂ, ഇനി കേൾക്കൂ. അനൂപിന് ഉത്തരം അറിയോ? അനൂപിന് ഉത്തരം അറിയാൻ പറയും. ഞാൻ സമയം തരാം. ഞാൻ എന്റെ സമയം തരാണ്. പറയും. ഞാൻ ഉന്നയിച്ച പേര് പറയും. ഞാൻ പേരല്ലേ ചോദിച്ചു. അല്ല, ഞാൻ ഡയറക്റ്റ് പേര് ചോദിച്ചാൽ വേറെന്തേ പറയോ? പേര് ചോദിച്ചാൽ പേര് പറയും. അല്ല, പേര് ചോദിച്ചാൽ പേര് പറയാനോ? വേറെന്തേ പറയാം? എനിക്ക് അറിയില്ലാന്ന് കൂട്ടിക്കോ. ബീഹാറിലെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പേരാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ ഇത്രയും നേരം വാചക കസരത്ത് നടത്തിയിട്ട് ബീഹാറിൽ വലിയ വോട്ട് ചോരി നടന്നു, ബീഹാറിൽ വലിയ പ്രശ്നങ്ങൾ നടന്നു എന്ന് പറയുമ്പോ താങ്കൾക്ക് അവിടുത്തെ ഒന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ പേര് മാത്രമാണ് ചോദിച്ചത്. താങ്കളെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു വലിയ പരാജയമാണ്. ആർക്കും അറിയില്ല, അനൂപിന് പോലും അറിയില്ല. ബീഹാറിലെ BJP അധ്യക്ഷന്റെ പേര് ഫോൺ നോക്കാൻ പറയാൻ പറ്റുമോ? ഈ 65 ലക്ഷം ദിലീപ് ജയ്സ്വാൾ എന്നാണ് പേര്. ദിലീപ് ജയ്സ്വാൾ എന്നാണ് പേര്. BJP അധ്യക്ഷന്റെ പേര് ദിലീപ് ജയ്സ്വാൾ. എന്താ? 65 ലക്ഷം വോട്ടുകളോട് വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ടേ. മത്സരത്തിലൊന്നും അല്ലല്ലോ. ഇനി എന്റെ പോയിന്റിലേക്ക് വരാൻ. അപ്പൊ ബീഹാറിൽ കോൺഗ്രസ് എത്രത്തോളം അപ്രസക്തമാണ് എന്ന് താങ്കൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായോ എന്ന കാര്യം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, അജിംസെ, ഇവിടെ നിങ്ങൾ ബീഹാർ ഇലക്ഷന്റെ മുമ്പ് ഒരു വലിയൊരു പ്രസ്താവന നടത്തി. എന്താ പറയുക, ഹരിയാനയിൽ വോട്ട് ചോരി, രാഹുൽ ഗാന്ധിയുടെ PPT വരുന്നു, രാഹുൽ ഗാന്ധി പ്രസന്റേഷൻ നടത്തുന്നു. ഇത് കാണുന്ന സാധാരണക്കാർക്ക് അജിംസ്, ഇത് സാധാരണക്കാരായ ആളുകൾക്ക് പോലും മനസ്സിലാവുന്നു. തോൽക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഈ അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തൽ എന്നൊക്കെ പറയില്ലേ, അതാണ് കോൺഗ്രസ്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇനിയെങ്കിലും അനൂപിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ദേശീയ നേതാവ് എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഒരു പൂർണ്ണ പരാജയമാണെന്ന് നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ആക്ച്വലി ഈ രാജ്യത്തൊരു പ്രതിപക്ഷം വേണമെന്ന് എന്നെപ്പോലുള്ള സാധാരണക്കാരുടെ ഒരു ആവശ്യമാണ്.
അത് നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന രാഹുൽ ഗാന്ധി ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് നിന്ന് മാറി ഒന്ന് ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞു അനൂപേ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെ തീരുമാനിക്കണം. കാരണം ഇത്രയും പൂർണ്ണ പരാജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പോലും നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ ഇപ്പോഴും പറയുന്നത് വോട്ട് ചോരി അത് ഇതെന്ന് പറഞ്ഞ് നിങ്ങൾ ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇന്നലെ അജിംസ് നടത്തിയ ഒരു ചർച്ചയുണ്ട്. ഞാൻ മലയാള ചർച്ച പൊതുവേ കാണാറില്ല, കാരണം അതിൽ വേറൊരു അജണ്ട പിടിച്ചുകൊണ്ടിരിക്കും പോവുക. അജിംസിന്റെ ചർച്ചയിൽ ഇന്നലെ വന്നൊരു കാര്യം വോട്ട് പെർസെൻറ്റേജും സീറ്റും തമ്മിലുള്ള ഒരു വിഷയമായിരുന്നു. അപ്പോൾ അജിംസ് പോലും ഈ കോൺഗ്രസിന്റെ നെറേറ്റീവിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം വോട്ട് പെർസെൻറ്റേജും സീറ്റും എന്ന് പറയുമ്പോൾ അത് രണ്ടും രണ്ട് വിഷയങ്ങളാണ്. പക്ഷെ അതിനെ എടുത്തിട്ട് ഈ ഫേസ്ബുക്കിൽ വരുന്ന കോൺഗ്രസിന്റെ നെറേറ്റീവ് ഒക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വലിയ വിഷമമുണ്ട് കാണാൻ. പക്ഷേ യാഥാർത്ഥ്യം മനുഷ്യൻ അതല്ലേ കേരളത്തിലെ ആളുകളെങ്കിലും മനസ്സിലാക്കണം. ഈ ചർച്ച ബീഹാറിലെ തെരഞ്ഞെടുപ്പ് സീറ്റുകളും തമ്മിലുള്ള താരതമ്യത്തിൽ എനിക്ക് അത് വാദിക്കാൻ ആവശ്യമായ കാര്യങ്ങളുണ്ട്. നോക്കൂ, ഇപ്പോൾ തീർച്ചയായിട്ടും വോട്ട് പെർസെൻറ്റേജ് കൂടിയുള്ള പാർട്ടിക്ക് സീറ്റ് കൂടുതൽ കിട്ടുന്ന ഒരു നിർബന്ധവും ഇല്ല. അങ്ങനെ അല്ലാത്ത ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് ഒരു നല്ല ഉദാഹരണമായിരുന്നു. എന്റെ പ്രശ്നം അവിടെയല്ല. തീർച്ചയായിട്ടും വോട്ട് പെർസെൻറ്റേജിൽ ചെറിയ മാറ്റങ്ങൾ ഉള്ളപ്പോൾ തന്നെ മറ്റൊരു പാർട്ടി കൂടുതൽ സീറ്റ് ജയിച്ചാലും ഒരു ഡിവാസ്റ്റേറ്റിംഗ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു പാർട്ടികളും പോകാറില്ല, BJPയും പോകാറില്ല. ഇവിടെ അത് സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ അജിംസിനോട് ചെറിയ ഉദാഹരണം പറയാം. ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് ഞാൻ അത് ക്ലിയർ ചെയ്യാം. ഞാനും അജിംസും ഒരു ചെറിയ സംസ്ഥാനത്ത് ലെറ്റ്സ് സേ ഒരു 10 മണ്ഡലങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് മത്സരിക്കുന്നു. 9 മണ്ഡലങ്ങളിൽ ഞാൻ ജയിക്കുന്നു, ഒരു മണ്ഡലത്തിൽ അജിംസ് ജയിക്കുന്നു. അജിംസിന്റെ പാർട്ടിക്ക് അവിടെ കിട്ടുന്നത് വലിയ തോതിലുള്ള വിജയമാണ്, വലിയ ഒരു ഹയർ മാർജിനുള്ള ഒരു വിജയമാണ്. എനിക്ക് അവിടെ ഭയങ്കര പൂർണ്ണ പരാജയമാണ്. മറ്റ് 9 കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഞാൻ 10 സീറ്റുകളുള്ള ഒരു സ്ഥലത്ത് 9 സ്ഥലത്ത് മിഥുൻ ജയിക്കുക, ഞാൻ ഒരു സ്ഥലത്ത് ജയിച്ചാൽ എനിക്ക് വോട്ട് പെർസെൻറ്റേജ് കൂടുതലാണെങ്കിൽ അവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്റെ വോട്ട് ബാങ്ക് ഏതോ ഒരു ജിയോഗ്രഫിയിൽ കേന്ദ്രീകരിക്കപ്പെട്ടു, എന്റെ വോട്ടുകൾ ഒരു സ്ഥലത്തേക്ക് മാർജിനലൈസ് ചെയ്യപ്പെട്ടു, എല്ലായിടത്തും ഈവനായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടില്ല എന്നാണ്. അത് അസ്വാഭാവികമാണ്. അത്രയും ഞാൻ പറഞ്ഞോളൂ. ഇനി ഒരു കണ്ടീഷൻ കൂടെ അതിലേക്ക് വെക്കാം. അജിംസ് ജയിച്ച കോൺസ്റ്റിറ്റ്യുവൻസിയിലെ വോട്ടർ പെർസെൻറ്റേജ് അല്ലെങ്കിൽ വോട്ടർ പെർസെൻറ്റേജ് കൂടുതലാണ്, വോട്ട് ചെയ്യുന്ന ആളുകളുടെ പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പം എന്ത് പറയും? അപ്പം അത്രയുള്ള കാര്യങ്ങൾ. ബീഹാറിൽ അതല്ല അനുഭവം. ബീഹാറിൽ SIR നടപ്പാക്കി, പ്രത്യേകിച്ച് മഹാഗഠബന്ധന്റെ സീറ്റുകളിലാണ് കൂടുതലായി വോട്ടുകൾ ഡിലീറ്റ് ചെയ്ത് തുടങ്ങിയ ആരോപണങ്ങൾ മാത്രമല്ല തെളിവുകൾ സഹിതം റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ചിന്തിക്കാം, പിന്നെ സംസാരിക്കാം. ഞാൻ വരാങ്ങിലേക്ക് ശ്രീ കെ ഷാജി, ഇന്നലെ മുതൽ ഈ റിസൾട്ട് പുറത്തു വന്നത് മുതൽ അജിംസ് ഒറ്റ കാര്യം, തെളിവുകൾ എവിടെ കൊടുക്കേണ്ടത്? കോടതിയിലാണോ അതോ മീഡിയയ്ക്ക് മുമ്പിലാണോ? PR ആക്ടിവിറ്റി ആണോ നടത്തുന്നത് അതോ കോടതിയിൽ പോകണോ? നിങ്ങൾക്ക് ഇപ്പോഴും ഇപ്പൊ ബീഹാറിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. ബീഹാറിൽ ഒരു വലിയ ദിവസം ഇനിയും ടൈമുണ്ട്. അജിംസെ ഞാനും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അജിംസെ എന്നെ പോലുള്ള സാധാരണക്കാർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷം ഇവിടെ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ശരിയാണ്. ശ്രീ കെ ഷാജി, ഇന്നലെ ഈ റിസൾട്ട് പുറത്തു വന്നത് മുതൽ മലയാളത്തിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസം, രാഹുൽ ഗാന്ധിയെ അപഹസിക്കുന്നു ഒരേപോലെ. ആരൊക്കെ? ഒന്ന് ഈ പറയുന്ന BJP പക്ഷം, മറ്റൊന്ന് CPM-ലെ ഒരു വിഭാഗം ആളുകൾ. രാഹുൽ ഗാന്ധിയുടെ ഇൻകംപിറ്റൻസിയാണ് ബീഹാറിൽ തോൽവിക്ക് കാരണമെന്ന് പറയുന്നു. രാഹുൽ ഗാന്ധിയാണ് തോൽപ്പിച്ചതെന്ന് പറയുന്നു. കോൺഗ്രസ് ആണ് തോൽവിക്ക് കാരണമെന്ന് പറയുന്നു. ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ അത് പച്ചയ്ക്ക് പറയുകയാണ്. കോൺഗ്രസ് അവിടെ വേണ്ട വിധത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചില്ല, വിശാല മതേതര സഖ്യം കെട്ടിപ്പടുത്തില്ല എന്നൊക്കെ. അതിൽ നിലവിലെ സാഹചര്യത്തിൽ ബീഹാറിൽ എത്രമാത്രം വസ്തുതയുണ്ട്? ഇതിൽ നമ്മളിപ്പോൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഇതിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിയായിട്ട് വന്നിട്ടുള്ള ശ്രീ ജയചന്ദ്രൻ തന്നെ പറഞ്ഞത് ഒരു ലെവലിലേക്ക് കൂടി അദ്ദേഹം കടന്നു പറഞ്ഞു. ഈ നിതീഷ് കുമാറിന്റെ പ്രതിച്ഛായ, അദ്ദേഹത്തിന്റെ ഒരു നല്ല ഭരണകർത്താവ് എന്ന നിലയിലുള്ള കഴിവ് എന്ന ലെവലിലേക്ക് വരെ ഒരു ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി എത്തുകയാണ്. അപ്പൊ കേരളത്തിൽ വ്യാപകമായിട്ട് ഇപ്പൊ ഇന്നലെ തൊട്ട് പറയുന്നു കോൺഗ്രസിന്റെ വാർ റൂം കൂട്ടണം, കോൺഗ്രസ് തന്നെ പിരിച്ചുവിടണം, രാഹുൽ ഗാന്ധിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം എന്നെല്ലാം ഈ CPM-മായി ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഏതാണ്ട് ഒരു പ്രതിഫലനം തന്നെയാണ് ഇന്നിപ്പോൾ ഗോവിന്ദൻ മാഷയുടെ സംഭാഷണത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ നോക്കുക, ഇന്നലെ മുതൽ CPM-ന്റെ ദേശീയ സമിതിയുടെ പ്രസ്താവന പുറത്തു വന്നു. അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ഇതിന് പാഠം ഉൾക്കൊണ്ട് അവർ തമ്മിലുള്ള ഐക്യം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ പരാജയത്തിന്റെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം തന്നെയാണ്.
അതുപോലെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ MA ബേബിയുടെ പ്രസ്താവന നമ്മൾ എടുത്തു നോക്കുമ്പോഴും അതിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ടില്ല, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത് തെറ്റുകൾ തിരുത്തി കാര്യങ്ങൾ പഠിച്ച് അതുപോലെ ഇതിനകത്തുണ്ടായിട്ടുള്ള നിയമലംഘനങ്ങളും പ്രശ്നങ്ങളും പഠിച്ച് അതിൽ നിയമപരമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകണം, ഒപ്പം തന്നെ രാഷ്ട്രീയമായി ഇതിനെതിരെ എല്ലാവരും മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പിന്നെ DMK-യുടെ നേതാക്കൾ പറഞ്ഞ കുറച്ചു നേരത്തെ PTR പളനിവാൽ രാജന്റെ ഒരു ഇന്റർവ്യൂ കാണുകയുണ്ടായി. അപ്പൊ അദ്ദേഹമൊക്കെ പറയുന്ന കാര്യങ്ങള് പിന്നെ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞുകൊണ്ട് വന്ന കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് വിശ്വാസ തകർച്ചയുടെ പ്രശ്നങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനത്തെ ജനാധിപത്യം എന്ന കാഴ്ചപ്പാടിനെ മൊത്തത്തിൽ തകരാറിലാക്കുന്ന അതിഗുരുതരമായ പ്രതിസന്ധികൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ സാധാരണ ഒരു മനുഷ്യർക്ക്, സാധാരണ ഒരു പൗരന് തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനത്തിൽ തൊട്ടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. ഈ രാജ്യത്തെ തലമുറ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള രാജീവ് സബ്ദാഷായി എന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് ഈ 10,000 രൂപ വെച്ച് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം അവിടെ പ്രഖ്യാപിക്കപ്പെട്ടു. ഇപ്പൊ നമ്മൾ നോക്കുക, ഇന്ത്യയിലെങ്ങും ഫ്രീ ബീസ് ഉണ്ടായിട്ടുണ്ട്, പല സംസ്ഥാനങ്ങളും സൗജന്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അത് പ്രഖ്യാപിക്കുക, അവിടെ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ അത് വിതരണം ചെയ്യുക, ആ സംവിധാനത്തിന്റെ പരാതിയുമായി ചെല്ലുമ്പോൾ അതെങ്ങനെയും കൊടുത്തു തീർക്കാൻ വേണ്ടി സർക്കാരിനൊപ്പം കൃത്യമായ പക്ഷപാതിത്വത്തോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിൽക്കുക. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിന്നത് കേവലം വോട്ടുകൾ വെട്ടിമാറ്റുന്നതിലോ പുതിയ വോട്ടുകൾ ചേർക്കുന്നതിലോ അതുപോലെ കേന്ദ്രത്തിലുള്ള ഭരണ സംവിധാനം ആഗ്രഹിക്കുന്ന തരത്തിൽ ജനങ്ങളുടെ മാൻഡേറ്റിന് മാറ്റുന്നതിന് മാത്രമല്ല, ഇത്രയും വലിയ പണയം കൊടുത്ത് വോട്ട് മേടിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തെ സംരക്ഷിച്ചു നിർത്തുന്നത്, അത് കൃത്യമായി അതിന്റെ ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ കൂടെ നിൽക്കുന്ന വളരെ ആശങ്കയുണർത്തുന്ന സാഹചര്യമാണ് നമ്മൾ കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാണ് മോഷ്ടിക്കുന്നത് എന്നാണ് രാജീവ് സർദേശായി ചോദിച്ചത്. ഷാജി, കാശ് കടത്താൽ കിട്ടുമെങ്കിൽ പിന്നെ മോഷ്ടിക്കുന്നത് എന്തിനാണെന്ന്? അതെ, തീർച്ചയായിട്ടും. നിങ്ങൾ നോക്കൂ, ഒരു MLA വിലയ്ക്ക് മേടിക്കണമെങ്കിൽ റിസോർട്ട് വേണം, കോടിക്കണക്കിന് പണം വേണം. ഇവിടെ 10,000 രൂപ കഴിഞ്ഞ 20 കൊല്ലമായി ചെറിയ ഇടവേള ഒഴിച്ച് ഇത് നിതീഷ് കുമാറും BJPയും ചേർന്ന് സഖ്യം ഭരിക്കുന്ന ബീഹാറിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൊടിയ ദാരിദ്ര്യമുള്ളത്, ഒരുപാട് കുറ്റകൃത്യങ്ങളുള്ളത്, തൊഴിലില്ലായ്മയിൽ രാജ്യത്ത് 1-ാം നമ്പർ ഉള്ളത്, ഒരുപാട് പാലങ്ങൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ സദ്ഭരണം നടക്കുന്ന ആ സംസ്ഥാനത്ത് എത്ര പാലങ്ങൾ കഴിഞ്ഞ 20 കൊല്ലത്തിൽ ഇടിഞ്ഞു വീണിട്ടുണ്ടെന്നും എത്ര അഴിമതി, ലാലു പ്രസാദിന്റെ അഴിമതി കുറച്ചു നീക്കാൻ വന്ന നിതീഷ് കുമാറിന്റെ കാലഘട്ടത്തിൽ എത്രമാത്രം അഴിമതി വളർന്നു എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് എടുത്തു നോക്കാം. ആ നാട്ടിലാണ് എടുത്തു പറയാൻ ഒരു തരംഗമുണ്ടാക്കാനുള്ള ഒരു യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു നാട്ടില് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിയാണെന്ന് പറയുന്നത് അത് നമ്മൾ കണ്ണടച്ചിട്ടാക്കുന്നത് വളരെ ബാലിശമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം രാഹുൽ ഗാന്ധി വിമർശനത്തിന് അതീതനല്ല, രാഹുൽ ഗാന്ധി വിമർശിക്കപ്പെടണം. കോൺഗ്രസ് കുറച്ചുകൂടി ജനാധിപത്യ മര്യാദയോടുകൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ പെരുമാറേണ്ടിയിരുന്നു. പക്ഷേ ഒരു ബ്ലൈൻഡ് ആയിട്ട് രാഹുൽ ഗാന്ധിയാണ് പ്രശ്നം, രാഹുൽ ഗാന്ധിയാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് വസ്തുതകൾക്ക് നേരെ ഇതിന്റെ ഒരു വലിയൊരു ഫാസിസ്റ്റ് ഡിസൈൻ ഉണ്ട്. ഈ ലെവലില് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ പിടിച്ചെടുത്തു കൊണ്ടുപോകുന്ന നിൽക്കുമ്പോൾ അതിന് ശക്തമായി നിലകൊള്ളുന്ന, വിട്ടുവീഴ്ചയില്ലാതെ രാഷ്ട്രീയം പറയുന്ന, വിട്ടുവീഴ്ചയില്ലാതെ നിലപാടെടുക്കുന്ന രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറയാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറം പ്രതിപക്ഷ രാഷ്ട്രീയമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടത്തെ കാതലായ പ്രശ്നം രാഹുൽ ഗാന്ധിയാണോ അതോ നമ്മുടെ ജനാധിപത്യത്തെ എന്റെ പ്രശ്നം കേശാജി, ഇപ്പൊ ഈ വോട്ട് ചോരി രാഹുൽ ഗാന്ധി വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തുന്നുണ്ട്. വോട്ട് ചോരി വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തുമ്പോഴും വോട്ട് ചോരി ഒരു കോമൺ മിനിമം പ്രോഗ്രാമാക്കി ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ അംഗീകരിപ്പിക്കുന്നതിൽ ഷാജി ഒരു വെൽഫെയർ സ്കീം കൊണ്ടുവരുന്ന പോലെയല്ല, ഒരു ഭരണത്തിന്റെ പകുതിക്ക് കൊണ്ടുവരുന്ന പോലെയല്ല, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഒറ്റ തവണയായി 10,000 രൂപ. കാരണം നമുക്കറിയാം ബീഹാർ ഒരു കുടുംബത്തിന്റെ കയ്യിൽ 10,000 രൂപയുടെ നോട്ടുകൾ ഒരുമിച്ച് കിട്ടുന്ന സന്ദർഭങ്ങൾ എത്രയായിരിക്കും? കാരണം അങ്ങേയറ്റം ദാരിദ്ര്യമുള്ള, അങ്ങേയറ്റം വറുതിയുള്ള, അങ്ങേയറ്റം പണം ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത മനുഷ്യരുടെ കയ്യിലേക്ക് 10,000 രൂപ ഒന്നിച്ചു കൊടുത്താൽ ഇവിടെ നമ്മൾ നോക്കുക, കോടികൾ കിട്ടിക്കഴിഞ്ഞാൽ MLA-മാര് കാലുമാറുന്ന രാജ്യമാണ്, MP-മാര് സൂട്ട്കേസ് മേടിച്ച് വീട്ടിൽ പോകുന്ന നാടാണ്. ഇവിടെ സാധാരണ മനുഷ്യൻ ദാരിദ്ര്യത്തിൽ കുടുങ്ങി കിടക്കുന്ന സാധാരണ കുടുംബത്തിന് സാധാരണ സ്ത്രീയുടെ കയ്യിൽ 10,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങേയറ്റം അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട സമൂഹമാണ്. ഓരോ ദിവസം ചെല്ലുന്നവരും അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന ഈ സമൂഹത്തിന് സാധാരണ മനുഷ്യന് മേടിച്ചു പോകും. പക്ഷെ അവിടെ നമ്മൾ സല്യൂട്ട് ചെയ്യുന്നത് ഇത് കൊടുത്ത ജനങ്ങളിൽ, കിട്ടിയ ജനങ്ങളിൽ ഒരു 30-30% എങ്കിലും ഈ പണം കിട്ടിയിട്ടും അവരത് സ്വാധീനിച്ചിട്ടില്ല, അവരതിനനുസരിച്ച് വോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ആ മനുഷ്യനെ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഇതൊരു അങ്ങനെ അങ്ങോട്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ പണം കൊടുത്ത് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന എളുപ്പമുള്ള ഒരു സംഭവമല്ല.
കാരണം ഇന്നലെ MLA-മാരായിരുന്നെങ്കിൽ വോട്ടർമാരെ തന്നെ നേരിട്ട് വിലയ്ക്ക് വാങ്ങാം എന്ന് പറയുന്ന ഒരു ആശങ്കാകുലമായ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ, അതിന്റെ പ്രതിവിധി നേടാതെ, അതിനുവേണ്ടി കൂട്ടായി നിൽക്കാതെ ഇപ്പൊ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഇനി 10,000 രൂപ നിതീഷ് കുമാർ അക്കൗണ്ടിലിട്ട് കൊടുത്തപ്പോൾ 10% സ്ത്രീ വോട്ടർമാർ വന്ന് വോട്ട് ചെയ്തു. ആ 10% വോട്ട് NDAക്ക് കിട്ടി എന്ന് വേണമോ മനസ്സിലാക്കാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അങ്ങനെ എല്ലായിടത്തും സാധിക്കുമോ? പണം കൊടുത്താൽ വോട്ട് വീഴുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞാൻ മടങ്ങി വരാം അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജയേന്ദ്രൻ, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വോട്ട് കൊള്ളയാണ് എന്നാണ് കോൺഗ്രസിന്റെ സുചിന്തിതമായ നിലപാട്. ആ പ്രശ്നം പരിഹരിക്കാതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിഷ്പക്ഷവും സുതാര്യവുമാക്കാതെ, അതിനുവേണ്ട നിയമനിർമ്മാണങ്ങൾ നടത്താതെ ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പിലും വിശ്വാസം അർപ്പിക്കാൻ കഴിയില്ല എന്നവർ ആവർത്തിച്ച് പറയുന്നു. ഈ പറയുന്ന ഈ നിലപാട് ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ പങ്കുവയ്ക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ അവിടെയും കോൺഗ്രസിന് വീഴ്ച സംഭവിച്ചോ? മറ്റ് ഘടകകക്ഷികളെ കൂടി തങ്ങൾക്ക് ഒപ്പം ഈ വിഷയത്തിൽ ചേർത്ത് പിടിക്കുന്നതിൽ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുടെ ചരിത്രം പരിശോധിച്ചാൽ ജിംസെ, എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ പരമ്പരയായി നിരവധി തെരഞ്ഞെടുപ്പുകളിൽ 98% വരെ വോട്ട് ചെയ്ത എത്രയോ ബൂത്തുകൾ, എത്രയോ മണ്ഡലങ്ങൾ ഈവൻ കേരളത്തിൽ പോലും ഉണ്ട് എന്ന് എനിക്കറിയാം. അതുമായി ബന്ധപ്പെട്ട കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് അറുതി വന്നത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി TN ശേഷൻ അധികാരമേറ്റതിന് ശേഷം മാത്രമാണ്. ഇന്ന് രാവിലെ KC വേണുഗോപാൽ 90% മേലെയൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ 98% മേലെ വോട്ട് നേടിയെന്നുള്ളതല്ല KC വേണുഗോപാൽ പറഞ്ഞത്. ഇന്ത്യയിൽ ഒരിടത്തും ഒരു തെരഞ്ഞെടുപ്പിലും 90% സീറ്റുകൾ നേടിയ ഒരു കക്ഷി അധികാരത്തിൽ മനസ്സിലായി. എനിക്കത് മനസ്സിലായി. അല്ല, എനിക്ക് മനസ്സിലായെന്നേ. ഞാൻ പറയുന്നത് ഈ കോൺഗ്രസ് ഈ പറയുന്നുള്ള അപാകതയാണോ ഒരു കാര്യം. മറ്റൊന്ന്, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് എന്താണെന്നറിയാമോ? ബീഹാറികൾ അത്യന്തം ദരിദ്രരായിട്ടുള്ളൊരു ജനതയാണെന്നും അവർക്കിങ്ങനെ പണം കൊടുത്താൽ വെറുതെ അങ്ങ് വോട്ട് ചെയ്യും എന്നുള്ള തെറ്റിദ്ധാരണയാണ്. അത് വെറും വ്യാമോഹമാണ്. അത്തരം ഒരു ചിന്താഗതി തന്നെ. കാരണം കേരളത്തിൽ എത്രയോ ബീഹാറികളാണ് ജോലി ചെയ്യുന്നത്. ഇവരൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് നോക്കിയാൽ മതി, അവരോട് ചോദിച്ചാൽ മതി. ഞാൻ ഒരു കാര്യം മാത്രം പറയാം ജിംസനോടെ. പത്തനംതിട്ട എനിക്കൊരു സുഹൃത്തുണ്ട്, ട്രാവൽ ഏജൻസി നടത്തുന്ന സുഹൃത്താണ്. അയാൾക്ക് ഏറ്റവും കൂടുതൽ വിമാന ടിക്കറ്റുകൾ വിട്ടുപോകുന്നൊരു ഏജൻസിയാണ് അയാളുടെ ഈ ട്രാവൽ ഏജൻസി. നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന മൈഗ്രൻ്റ് ലേബേഴ്സാണ്. 2 മാസം കൂടുമ്പോൾ അവരുടെ പണം സ്വരൂപിച്ച് ഫ്ലൈറ്റിനാണ് പോയി വരുന്നത്. ബീഹാറിലും അസമിലും ബംഗാളിലുമുള്ള തൊഴിലാളികളാണ്. നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന ആ വർഗം, ആ വിഭാഗമാണ്. ഞാനിത് ആദ്യം മനസ്സിലാക്കുന്നത് CDSൻ്റെ ഒരു പഠനം ഉണ്ടായിരുന്നു. ഇരുദയരാജൻ്റെ 2001 തോന്നുന്നു ആ പഠനം വരുന്നത്. പക്ഷേ ആ ദശകത്തിൻ്റെ പുതിയ നൂറ്റാണ്ട് ആദ്യ ദശകത്തിൽ 2009-2010 കാലയളവിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി തന്നെ ഒരു അന്വേഷണം നടത്തിയിരുന്നു, എഴുതുകയും ചെയ്തതാണ്. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലെ ആൾക്കാർ ഇവിടെ വന്ന് പണമുണ്ടാക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ സമൂഹമായിട്ട് അന്നും ഇന്നും കാണുന്നത് ഈ ബീഹാറികളാണ്. അത് നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല. അവരുടെ ആ സംസ്ഥാനം ഏറ്റവും ദരിദ്ര സംസ്ഥാനമാണ്. ഇന്നും ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ നമ്പർ 1 ബീഹാറാണ്. പക്ഷേ ബീഹാറികൾ ആ 20 വർഷം മുമ്പുള്ള ദാരിദ്ര്യം ഇന്ന് അനുഭവിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവുമാണ് കേട്ടോ. അത് കാണാതെ ഈ 10,000 രൂപ അങ്ങോട്ട് കൊടുത്തോണ്ടാണ് വോട്ട് കിട്ടിയത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നിരക്ക് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ കണക്ക് പറഞ്ഞു പോകണമല്ലോ. ഈ 20 വർഷം നിതീഷ് കുമാർ ഭരിച്ചിട്ട് അവിടെ ഒരു മാറ്റവും ഉണ്ടായില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. 20 വർഷം 2005 മുതൽ പുറകോട്ടേക്കല്ല ബീഹാർ പോയത്, മുമ്പോട്ട് തന്നെയാണ്. പക്ഷേ ദാരിദ്ര്യം അവിടെ ദേശീയ ശരാശരിയിലും കൂടുതലാണ്, തൊഴിലില്ലായ്മ അവിടെ ദേശീയ ശരാശരിയിലും കൂടുതലാണ്, സ്ത്രീകൾക്കിടയിൽ നിരക്ഷരത അവിടെ ദേശീയ ശരാശരിയിലും കൂടുതലാണ്. പിന്നെ എന്ത് ഗുഡ് ഗവേണൻസിനെ കുറിച്ചാണ് നിതീഷ് പറയാനുണ്ടാവുക? അല്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയുന്നത് അവർ ബീഹാറികളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അവർ ഈ സ്റ്റേറ്റ് ദരിദ്രമായതുകൊണ്ട് ബീഹാറികളായിട്ടുള്ള ജനങ്ങൾ അവർ ഏറ്റവും കൂടുതൽ മൈഗ്രന്റ് ലേബേഴ്സ് ഉള്ളത് ബീഹാറിൽ നിന്നാണല്ലോ. ശരി ജയേന്ദ്രൻ, അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലായി. നിതീഷ് കുമാർ ചെയ്ത കുറച്ച് നല്ല കാര്യങ്ങളെങ്കിലും ആളുകൾ സ്വാധീനിച്ചിട്ടുണ്ടാകും, അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി വർദ്ധിച്ചിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ 2020 അദ്ദേഹത്തിന് 40 സീറ്റ് മാത്രം നൽകി മൂലക്കിരുത്തിയതും ഇതേ ബീഹാറികളാണ്. 5 കൊല്ലത്തിനിടയിൽ എന്ത് മാജിക്കാണ് നിതീഷ് കാണിച്ചത്? അത് ആ 10,000 രൂപ കൊടുത്തതല്ലാതെ.
അല്ല, മാജിക്കിൻ്റെ കാര്യമൊക്കെ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യേണ്ട വേറെ വിഷയമാണ്. നമ്മൾ ഇതിൻ്റെ പർവ്യൂവിൽ ഞാൻ അതിലേക്ക് വരുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. കാരണം വളരെ പരിമിതമാണല്ലോ സമയം, എനിക്ക് കിട്ടുന്നതും കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയത്ത് പരമാവധി കാര്യങ്ങൾ പറയുക എന്നുള്ളതിന് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ, കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയെ മാത്രമായിട്ട് ഒറ്റപ്പെടുത്തി വിമർശിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാനങ്ങനെ വിമർശിക്കുന്ന ആളുമല്ല. ഇതിൻ്റെ അകത്ത് വ്യക്തിവാദപരമായ വിമർശനമാണ് രാഹുൽ ഗാന്ധിയെ മാത്രമായിട്ട് എടുത്ത് വിമർശിക്കുമ്പം വരുന്നത്. അങ്ങനെ വ്യക്തിവാദപരമായ വിമർശനം നടത്തി തോൽവിയെ വിലയിരുത്താനേ കഴിയില്ല. ബീഹാറിലെന്നല്ല, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെയും അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് ഇലക്ഷനിലും വ്യക്തിവാദപരമായ വിമർശനങ്ങളാണ് കൂടുതലും പല കക്ഷികളും വ്യക്തികളും നടത്തുന്നത്. അതൊന്നും ഈ വെറും കൺവെൻഷണൽ ആയിട്ടുള്ള വിമർശനത്തിന് അപ്പുറത്തേക്ക് അതിന് വിലയില്ലാത്തത് അതുകൊണ്ട് തന്നെയാണ്. വ്യക്തിവാദപരമായിട്ടല്ല വിമർശനം പോകേണ്ടത്. നിങ്ങൾക്ക് കോൺഗ്രസിനെ വിമർശിക്കാം, വിമർശിച്ചോളൂ, അങ്ങനെ വിമർശിക്കുകയും വേണം. പക്ഷേ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയാണ് വേറൊരു ഇന്നത്തെ അനാലിസിസ് കണ്ടത് എന്താണെന്നറിയാമോ? ഇദ്ദേഹം 2004 പൊളിറ്റിക്സിൽ വരുന്നത്, MP ആവുന്നത്. അതിനുശേഷം ഇതുവരെ 95 ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി നയിച്ച് തോറ്റിട്ടുണ്ട്. എത്ര വിചിത്രവാദമാണ് വരുന്നതെന്ന് നോക്കണം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വ്യക്തിവാദപരമായ വിമർശനങ്ങൾ വരുമ്പോൾ വരുന്നത് അതല്ലോ ജനാധിപത്യത്തിൽ, അതല്ലോ വേണ്ടത്. നമ്മൾ വിമർശിക്കുന്നത് ജനാധിപത്യത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചാണ്. അവിടെ ഈ പറയുന്ന വോട്ട് ചോരി ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ട, ഈ രാഹുൽ ഗാന്ധി ഹരിയാനയിൽ ചെയ്തതുപോലെ അല്ലെന്ന് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ 40 ദിവസം കൊടുക്കണം. അത് കർശനമായും നിർബന്ധമായും കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ് പ്രതിപക്ഷ കക്ഷികൾ, പാർട്ടികൾ. അത് ചെയ്യാതെ വെറുതെ നടന്നു വർത്താനം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശരി, ശ്രീ വി ആർ അനൂപ്, ഈ ബീഹാറിൽ ഇപ്പോൾ എത്ര വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമെങ്കിലും എല്ലാ അസംബ്ലിയിലും പോൾ ചെയ്ത സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടുകൾ എണ്ണി കോൺഗ്രസ് തിട്ടപ്പെടുത്തിയിട്ടുണ്ടോ? അതെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിലേക്ക് ഞാൻ വരാം അജിംസെ. അതിനു മുമ്പ് ഇവിടുത്തെ പലരുടെയും പ്രശ്നം, ഇന്ത്യ മുന്നണി ബീഹാറിൽ തോറ്റതല്ല, കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി KC വേണുഗോപാൽ ഇരിക്കുന്നതാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞത് എന്താ? KC വേണുഗോപാൽ പറഞ്ഞു 90% സീറ്റുകളും ജയിച്ചൊരു ചരിത്രം ഉണ്ടായിട്ടുള്ള യാഥാർത്ഥ്യമല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താ? അല്ല, അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, തീരാപൂർവമല്ല. തമിഴ്നാട്ടിൽ അല്ല ജിംസ, ഞാൻ അതിലേക്ക് വരാം. അത്തരം റിസൾട്ട് ഉണ്ടായ സ്ഥലത്ത് അങ്ങനത്തെ തരംഗം ഉണ്ടായിട്ടുണ്ട്. NT രാമറാവുവിന് അനുകൂലമായി അല്ലെങ്കിൽ MGRന് അനുകൂലമായിട്ടൊക്കെ അത്തരം തരംഗങ്ങളെ കുറിച്ച് നമ്മൾ രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയ വിദ്യാർത്ഥികളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അത്തരം ഒരു വേവ് ഉണ്ടാവാതെ, ഇന്ദിരാ തരംഗത്തിൽ പോലും ഉണ്ടാകാത്ത തരത്തിൽ 90% സീറ്റ് കിട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ പറയുന്നത് KC വേണുഗോപാൽ ആയതുകൊണ്ട് മാത്രം കേരളത്തിലെ ചില ആളുകൾ അതിനെ എതിർക്കുന്നത് എന്താ? അവരുടെ മനോഭാവം സങ്കുചിതാണെന്നേ. KC വേണുഗോപാൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം പറയുന്നു കേരളത്തിൽ കോൺഗ്രസുമായിട്ടാണ് LDF ഫൈറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിനെ നിരാകരിക്കുക എന്നല്ല. ഞങ്ങൾ പറഞ്ഞത് CPMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായ എല്ലാ നേതാക്കന്മാരും BJPക്ക് അനുകൂലമായി പറയുന്ന ഒന്നല്ലല്ലോ. ഇപ്പോൾ CPMന്റെ ജനറൽ സെക്രട്ടറി ഇന്ന് CPMന്റെ ദേശീയ തലത്തിൽ നടത്തിയ പ്രസ്താവനയിൽ കൃത്യമായി കാര്യങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CPIM ലിബറേഷന്റെ നേതാവ് ദീപാങ്കർ ഭട്ടാചാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇത് കോൺഗ്രസിന്റെ പരാജയമായി കോൺഗ്രസിനെ മാത്രം കോർണർ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടെന്നേ. അതിപ്പോ ഉണ്ടായതല്ല. EP ജയരാജൻ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത് ഇന്ത്യ മുന്നണി തോറ്റു പോകുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി കൂടി ഭാഗമായ മുന്നണി തോൽക്കുമെന്ന് പറയുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനാ. അത് വളരെ കൃത്യമായി ഇവിടെ EP ജയരാജൻ തൊട്ട് ബിനീഷ് കൊടിയേരി വരെയുള്ള ആളുകൾ ആഘോഷിക്കുക എന്ന് പറയുന്നത് പൊതു CPM ട്രെൻഡാണിത്. കോൺഗ്രസ് അവിടെ തോൽക്കുമ്പോഴേക്കും കോൺഗ്രസിന്റെ ഓഫീസ് വാർ റൂം എടുത്ത് ആഘോഷിക്കുന്ന മനസ്ഥിതിയുടെ നിഷ്കളങ്കമല്ല, അത് കൃത്യമായി ബലപ്പെടുത്തുന്നത് BJP തന്നെയാണ്. ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം. BJP പ്രതിനിധിക്ക് ഇവിടെ ഞാൻ ഉയർത്തിയ ഒരു പ്രശ്നത്തോട് BJP സഹായത്തിന് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വളരെ കൃത്യമായി വാചകങ്ങൾക്കപ്പുറത്ത് അക്കങ്ങളാണ് പറഞ്ഞത്. 68 ലക്ഷം ഓരോ നിയോജക മണ്ഡലത്തിൽ 20,000, 21 ലക്ഷം. അല്ല, എന്റെ ഇതിനെ കുറിച്ച് താങ്കൾ പറഞ്ഞോ? ഞാനിപ്പോ താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. ഞാൻ 68 ലക്ഷം ഓരോ നിയോജക മണ്ഡലത്തിൽ 20,000 ഞാൻ ആവർത്തിച്ച് പറയുന്നു. അതുപോലെ 21 ലക്ഷം അഡീഷണൽ ആയി ഓരോ നിയോജക മണ്ഡലത്തിലും 6,000. അപ്പൊ ഒരു നിയോജക മണ്ഡലത്തിൽ 20,000 വോട്ടുകൾ അനുകൂലമായത് വെട്ടിമാറ്റപ്പെടുകയും അതിന്റെ നേരത്തെ പറഞ്ഞ മൈഗ്രൻസ് ജയേന്ദ്രൻ സാർ പറഞ്ഞു മൈഗ്രൻസ് ഇവിടെ നിന്ന് പോകുന്നു പറയുന്നത് ഈ വെട്ടിമാറ്റപ്പെട്ട ആളുകളുടെ പ്രയോറിറ്റി എങ്ങനെയാ? ന്യൂനപക്ഷങ്ങളും മൈഗ്രൻസ് ഉൾപ്പെടെയുള്ള ആളുകളാണ്. അവർ വെട്ടിമാറ്റപ്പെടുന്നു. അതിനുശേഷം ഈ 5,000 വോട്ടുകൾ ചേർക്കപ്പെടുന്നു ഇവർക്ക് അനുകൂലമായിട്ടാണ്. അപ്പൊ ഇതിന്റെ കാരണം തേടി നമ്മൾ അലയേണ്ടതില്ലെന്നേ. 25,000 വോട്ട് എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. ഞങ്ങളത് ആവർത്തിച്ച് പറയുന്നു. ഒരു നിയോജക മണ്ഡലത്തിലെ
ഈ പറയുന്നത് പോലെ ഒരു ഇലക്ഷനെ ആസ് എ ടോട്ടൽ പരിശോധിക്കുമ്പോൾ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നിരവധി കാരണങ്ങളുണ്ടാവും. ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് നിരവധിയായ ഫാക്ടേഴ്സ് ഉണ്ടാവും, ചെറുതും വലുതുണ്ടായത്. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഇത്ര വലിയൊരു പരാജയം ആ ഫാക്ടേഴ്സ് കൊണ്ട് സംഭവിക്കുന്നതല്ല, മറിച്ച് ഈ പറയുന്ന ഇതുകൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. ഈ കൃത്യമായ ഇലക്ഷൻ അട്ടിമറി കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ശരി, ശ്രീ മിഥുൻ വിജയകുമാർ, മധ്യപ്രദേശ് PCC അധ്യക്ഷൻ ആരാണെന്നറിയാത്ത സമയത്തും കോൺഗ്രസ് അവിടെ ജയിച്ചിട്ടുണ്ട്, BJPയെ തോൽപ്പിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ PCC അധ്യക്ഷൻ ആരാണെന്നറിയാത്ത സമയത്തും കോൺഗ്രസ് അവിടെ BJPയെ തോൽപ്പിച്ചിട്ടുണ്ട്. കർണാടകയിൽ നമുക്കറിയാവുന്ന PCC അധ്യക്ഷനുള്ളപ്പോൾ കർണാടകയിൽ BJP കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഇത് വസ്തുതയാണ്. അവർക്ക് സംഘടനയുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല കാര്യം. അവർക്ക് ജനം വോട്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് വോട്ട് പെർസെൻറ്റേജ് ഉണ്ട്. തോൽക്കുമ്പോൾ പോലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും തോൽക്കുമ്പോൾ പോലും അവർക്ക് വോട്ട് പെർസെൻറ്റേജ് ഉണ്ട്. നിങ്ങളോടൊപ്പമോ നിങ്ങളെക്കാൾ കൂടുതൽ വോട്ട് പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ സംഘടന ഇല്ലാതെ ആളുകളൊക്കെ ഇവർക്ക് വോട്ട് ചെയ്യൂ. മിഥുൻ, അജിംസേ, ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ അജിംസെ? കേൾക്കാം. പറയാം. അജിംസെ, ഇപ്പോൾ മഹാരാഷ്ട്രയുടെ കാര്യം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം, എനിക്കൊന്ന് ചെറിയൊരു ലാഗ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. മഹാരാഷ്ട്ര പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നമാണ് വോട്ട് ചോരി ആരോപണം വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കാലം കുറേയായി. ഞാൻ നേരത്തെ ചോദിച്ച ഒരേ ഒരു ചോദ്യം, നമ്മൾ ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ ആരാണെന്ന് പലപ്പോഴും വാർത്തകളിലെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അത്ര പോലും അപ്രസക്തമാണ് കോൺഗ്രസ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഞാനിവിടെ VR അനൂപിൻ്റെ നോളജ് ചോദ്യം ചെയ്തതൊന്നുമല്ല, അല്ലെങ്കിൽ ആരുടെങ്കിലും അറിവിനെ ചോദ്യം ചെയ്തതല്ല. ഞാൻ ഒരു ബീഹാർ ഇലക്ഷൻ പഠിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നു. ബീഹാർ ഇലക്ഷൻ എന്തുകൊണ്ട് മഹാഗഠബന്ധൻ, ഇവിടെ മഹാഗഠബന്ധൻ എന്ന വാക്ക് പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ കോൺഗ്രസ് BJP എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാഗഠബന്ധനിലെ ഒരു വീക്ക് ലിങ്കാണ് കോൺഗ്രസ്. RJDക്ക് ഒരു ബാധ്യതയാണ് കോൺഗ്രസ്. അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത്? ഓൾമോസ്റ്റ് 60-ലധികം സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ആ സീറ്റുകളിലൊക്കെ തന്നെ വളരെ പരാജയപ്പെട്ട് RJDക്ക് തന്നെ ഒരു ശാപമായി മാറിയ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട അജിംസേ, നമ്മളിവിടെ ശരിയാണ്, നമുക്ക് ഓരോ ചർച്ചകൾക്കും ഓരോ ചാനലുകൾക്കും ഓരോ അജണ്ട ഉണ്ടാകാം. പക്ഷേ ഇവിടെ യഥാർത്ഥ പ്രശ്നം ചർച്ച ചെയ്യണ്ടേ? എന്തുകൊണ്ട് ഇവിടെ ഞാൻ പോലും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് BJPയോട്. പക്ഷേ BJP പ്രതിനിധി ഇവിടെ ഇല്ല. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കാര്യം അവർ പറയുന്നുണ്ട്, ഉയർത്തി കാണിച്ചൊരു കാര്യമാണ്. ജംഗൽ രാജിൻ്റെ കാര്യം അവർ പറയുന്നുണ്ട്. പക്ഷേ ബീഹാറിലെ 58% യൂത്ത് വോട്ടാണ്, യുവാക്കളാണ്. അതിലൊരു നല്ല ശതമാനം വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ട് കേട്ടോ. അപ്പം ഈ 58% യൂത്ത് ഉള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഇവർക്ക് യൂത്ത് ഇഷ്യൂസ് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ്? ഇപ്പം ജംഗൽ രാജിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ജംഗൽ രാജിൻ്റെ ഹാങ് ഓവർ കാണിച്ചുകൊണ്ടാണ് ഈ NDAയുടെ ക്യാമ്പയിൻ മൊത്തം നടക്കുന്നത്. ജംഗൽ രാജ് പോപ്പുലേഷൻ ഒന്നും ഒരിക്കലും അറിയില്ല. പക്ഷേ ജംഗൽ രാജ് എന്താണെന്ന് അറിയില്ല. അത് 20 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. അറിയില്ല. അതെ, അറിയില്ലാത്ത കാര്യം പറഞ്ഞാണ് BJP വോട്ട് പിടിച്ചത്. അതായത് ഏതോ കാലത്ത് നടന്ന ലാലു പ്രസാദ് യാദവിന്റെ കാലത്തെ കാര്യങ്ങൾ പറഞ്ഞാണ് ഇപ്പോൾ അവർ വോട്ട് പിടിക്കുന്നത്. നിതീഷ് കുമാർ യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത് നിതീഷ് കുമാറിനെ അക്കൗണ്ടബിൾ ആക്കേണ്ടത്. നിതീഷ് കുമാർ 20 വർഷം മുഖ്യമന്ത്രിയായിരുന്നു. എന്ത് നേട്ടം ബീഹാറിൽ ഉണ്ടാക്കി എന്നാണ് നിതീഷ് കുമാറിനോട് ചോദിക്കേണ്ടത്. അജിംസെ, ഞാൻ ആ കാര്യത്തിൽ അജിംസിനോട് യോജിക്കുന്നു. അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഇതൊരു പക്ഷേ BJPക്കാർ കാണുന്നുണ്ട്, ഒരു പക്ഷേ അവരെങ്കിലും പറയട്ടെ. ഇപ്പോൾ ബീഹാറിൻ്റെ ക്രൈം റേറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ജംഗൽ രാജിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് NDAക്ക് ഇവിടെ വോട്ട് പിടിക്കാൻ സാധിച്ചു എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം RJDയുടെ വോട്ട് പിടിച്ചതാണോ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. വോട്ട് പിടിച്ചതാണോ അതല്ല വോട്ട് പിടിച്ചെടുത്തതാണോ എന്നാണ് KC വേണുഗോപാൽ ചോദിക്കുന്നത്. വോട്ട് എടുത്തതല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും, സാധാരണക്കാർക്ക്, കണക്കറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ ഇപ്പോൾ എന്ത് കൊണ്ടുവന്ന് നിരത്തിയാലും വോട്ട് ചോരി അത് ഇത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ അജിംസെ, ഇവിടെ അച്ഛൻ്റെ പേര് ABCD, അമ്മയുടെ പേര് EFG എന്ന് പറഞ്ഞ് കുറേ വലിയ ക്യാമ്പയിൻ നടന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ വോട്ട് ചേർക്കുന്ന സമയത്ത് അജിംസിനും എനിക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ചില ഫീൽഡ് ഉണ്ടാവും നമ്മൾ ഈ വോട്ട് ചേർക്കുന്നത്, BLOമാർക്ക് ചേർക്കേണ്ട ചില സ്ഥലങ്ങൾ. ആ ഫീൽഡിൽ പ്ലേസ് ഹോൾഡേഴ്സ് അവരെടുത്ത് സ്വാഭാവികമല്ലേ? ഇപ്പോൾ അച്ഛൻ്റെ പേര് അറിയില്ല, അപ്പോൾ ആ സമയത്ത് അതൊരു മാൻഡേറ്ററി ഫീൽഡായിരിക്കും. അപ്പോൾ ആ മാൻഡേറ്ററി ഫീൽഡ് ഫില്ല് ചെയ്യാതെ അടുത്തതിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഫില്ല് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോകും, പ്രൊസീഡ് ചെയ്യും. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. രാഘോപൂർ എന്ന് പറയുന്ന ഒരു നിമിഷം, രാഘോപൂർ എന്ന് പറയുന്ന അല്ലല്ല ഈ തേജസ്വി യാദവിന്റെ മണ്ഡലത്തിൽ വോട്ടർ പട്ടിക ഞാൻ എടുത്ത് നോക്കി. ഒരു നിമിഷം ഈ രാഘോപൂർ മണ്ഡലത്തിൽ ഒരു വോട്ടർ പട്ടിക ഞാൻ എടുത്ത് നോക്കി. ഞാൻ പേഴ്സണലി ചെക്ക് ചെയ്തു. അതിലൊരു സ്ഥലത്ത് 0 വീട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ പാലത്തിനടിയിൽ കിടക്കുന്നവരെന്നാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പേരെന്താണെന്നറിയോ? വിശാൽ കുമാർ ഭരദ്വാജ് എന്ന് പറഞ്ഞാൽ കായസ്ഥ ബ്രാഹ്മണനാണ്.
ബീഹാറിൽ ഒരു ബ്രാഹ്മണൻ പാലത്തിനടിയിൽ കിടക്കുന്നില്ല, അതൊരു വലിയ വാർത്തയാണ്. അപ്പോൾ അജിംസെ, ഒറ്റ കാര്യം ഇവിടെ എനിക്ക് പറയുള്ളൂ. നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്ത് ഏത് സ്റ്റേജിലാണ്, നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്? അത് ഫൈനലൈസ്ഡ് ഡാറ്റയാണോ, അത് ഡ്രാഫ്റ്റ് സ്റ്റേജിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിലെ അന്തിമ വോട്ടർ പട്ടികയിൽ അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ടോ? അച്ഛന്റെ പേര് ബീഹാറിലെ വോട്ടർ പട്ടിക എന്തോ ഹോളി ഗ്രന്ഥമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പരിശോധിക്കുന്നിടത്തോളം അതിൽ പ്രശ്നങ്ങളുണ്ട്. അജിംസെ, ഒറ്റ കാര്യം, ഞാൻ ഇവിടെ BJP സപ്പോർട്ട് ചെയ്തിട്ട് BJP ന്യായീകരിച്ചോ കൊണ്ടുമല്ല പറയുന്നത്. ഞാൻ ഇവിടെ പറയുന്നത് ടെക്നിക്കാലിറ്റീസിനെ കുറിച്ചാണ്. കാരണം രാഹുൽ ഗാന്ധി പലപ്പോഴും ടെക്നിക്കാലിറ്റീസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ ക്ലറിക്കൽ ഡാറ്റ എടുത്തുകൊണ്ടല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. എനിക്കിവിടെ BJP സപ്പോർട്ട് ചെയ്യാൻ ഒരു താല്പര്യമില്ല, പ്രത്യേകിച്ച് ഈ ഒരു ഇലക്ഷനിൽ എനിക്കൊരു താല്പര്യം. കാരണം ബീഹാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബേഗുസറായി അവിടുത്തെ നമ്മുടെ മിനി മോസ്കോ എന്നറിയപ്പെട്ട ഒരു സ്ഥലമാണ്. മിനി മോസ്കോ എന്നറിയപ്പെട്ട സ്ഥലത്ത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് നടന്നോ? അവിടെ ജോബ് ക്രിയേഷൻ ഉണ്ടോ? ഇതൊക്കെ കോൺഗ്രസ് ചോദിക്കേണ്ട ചോദ്യങ്ങളായിരുന്നു. അത് ചോദിച്ചില്ല. RJD ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ചില്ല. അതിൽ അവർക്ക് യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചില്ല. അവിടെ ഒരു വലിയ പാലം വന്നു, ഒരു 6 ലൈൻ പാലം വന്നു, പക്ഷെ അതുകൊണ്ട് ജോബ് ക്രിയേഷൻ നടന്നോ എന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടതായിരുന്നു. പക്ഷെ അതൊന്നും ചോദിച്ചില്ല എന്ന കാര്യം എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അജിംസ് പറഞ്ഞ കാര്യത്തിലേക്ക് ഒരു ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. ഇവിടെ ഡാറ്റ കളക്ഷനെ സംബന്ധിച്ച വിഷയമാണ് രാഹുൽ ഗാന്ധി പലപ്പോഴും ഉന്നയിക്കുന്നത്. അത് നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സിലെ ഒരു ലൂപ്പ് ഹോൾ ആണ് എന്ന് മനസ്സിലാക്കി, അത് PR ക്യാമ്പയിന് വളരെ എഫക്റ്റീവായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ന് മനസ്സിലാക്കി രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയുടെ PPTO കണ്ടിട്ടില്ലേ താങ്കൾ? ഈ ബ്രസീലിയൻ മോഡലിന്റെ കാര്യം പറഞ്ഞു, അച്ഛൻ്റെ പേരിത്, അമ്മയുടെ പേരിത്. നോക്കൂ, നിങ്ങൾ ഡാറ്റ ഏത് സ്റ്റേജിലെയാണ് കളക്ട് ചെയ്തത്? നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന ഡാറ്റ ഏത് സ്റ്റേജിലെയാണ്? അത് ഫൈനലൈസ്ഡ് ഡാറ്റയാണോ? കാരണം പലപ്പോഴും ഇവർ ഈ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന ചില വോട്ടേഴ്സ് അവർ തന്നെ നേരിട്ട് വന്ന് പറയുന്നുണ്ട്, എനിക്കിവിടെ എൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്, എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അല്ലെങ്കിൽ അവരുടെ ഈ ഫൈനലൈസ്ഡ് വോട്ടർ ബേസിലുള്ള പേര് നോക്കിക്കഴിയുകയാണെങ്കിൽ അതിൽ ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റേജിലെ ഡാറ്റയാണ് കമ്പയർ ചെയ്യുന്നത്? കാരണം പലപ്പോഴും ഈ പ്ലേസ് ഹോൾഡേഴ്സ് ഒരു പ്രശ്നമാണ്. അജിംസെ, നമ്മൾ ഡാറ്റ എൻട്രി നടത്തുന്ന ഈ എന്താ പറയുക ഏറ്റവും ബേസിക് ലെവൽ ജോലിയാണ്. പക്ഷേ ഡാറ്റ എൻട്രി നടത്തുന്ന ആളുകളോട് ചോദിച്ചാൽ പോലും അവർ പോലും പറയും ഞങ്ങൾ പ്ലേസ് ഹോൾഡേഴ്സ് ഇടാറുണ്ട്. അപ്പോൾ BLOമാർ എന്താ പ്ലേസ് ഹോൾഡേഴ്സ് ഇല്ലേ? അച്ഛൻ്റെ പേര് അവർക്ക് അറിയില്ല, അവർ ABCD അടിച്ചു, പിന്നീട് അവരത് അപ്ഡേറ്റ് ചെയ്യും. ഫൈനൽ ഡാറ്റ പബ്ലിഷ് ചെയ്യുമ്പോൾ അച്ഛൻ്റെ പേര് അവിടെ വന്നിട്ടുണ്ടാവും. ഈ ബ്രസീലിയൻ മോഡൽ എന്ന് പറഞ്ഞൊരു ടെംപ്ലേറ്റ് അവർ യൂസ് ചെയ്യുന്നതായിരിക്കാം, ബീഹാറിലെ ചില ആളുകൾ യൂസ് ചെയ്യുന്നതായിരിക്കാം. അവരത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടാവും ഫൈനൽ സ്റ്റേജിലെ ഡാറ്റ വരുമ്പോൾ. പക്ഷേ ഫൈനൽ സ്റ്റേജിലെ ഡാറ്റ ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹം ചെയ്യുന്നൊരു കാര്യം എന്താ അറിയോ? ഇദ്ദേഹം ഒരിക്കലും കോടതിയെ സമീപിക്കില്ല. ഇതിലൊരു ലീഗൽ ക്ലോഷർ കൊടുക്കാൻ ഇദ്ദേഹം നോക്കില്ല. കോൺഗ്രസിലെ ഒരു വ്യക്തി പോലും നോക്കില്ല. കാരണം ലീഗൽ ഇഷ്യൂ ആയിട്ട് ഇതിനെ ഉന്നയിച്ചു കഴിഞ്ഞ് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ, കോടതിയിൽ ഒരു കേസായി പോയി കഴിഞ്ഞാൽ ഇത് 8 നിലയിൽ പൊട്ടുന്ന അവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാത്തത്. പക്ഷേ PR വാല്യൂ ഉള്ള ഒരു സാധനമാണ്. ബീഹാർ ഇലക്ഷൻ ഹരിയാനയിൽ വോട്ട് നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് കവർ ചെയ്യും എന്ന കാര്യം മനസ്സിലാക്കിയത് മാത്രമാണ്. എന്റെ ചോദ്യം, കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഷാജി രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതിൽ 3 കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടൊന്ന് തോന്നുന്നത്. ഒന്ന്, ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നതിലുള്ള നിലവിലുള്ള നിയമം, അതൊരു പ്രശ്നമാണ്. അതാണ് പ്രധാനമായും ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് മോർച്ചയാക്കി മാറ്റുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എന്ന് കോൺഗ്രസ് പറയാതെ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് കേസുകളിൽ സുപ്രീം കോടതി ഇടപെടുന്നതിനുള്ള പരിമിതി, അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ, CCTV ചോദിച്ച് കോടതി ചെല്ലുമ്പോൾ ഇവിടെ നിയമം മാറ്റുന്നുണ്ടാവും, ഒന്നും ചെയ്യാൻ കഴിയില്ല. സുപ്രീം കോടതി പറയും തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, SIR പരിശോധിക്കുന്ന ഹർജി പരിശോധിക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ അനുവദിക്കുന്നു, അത് 26-ാം തീയതി വീണ്ടും പരിഗണിക്കുന്നു. ഇങ്ങനെയൊരു പ്രശ്നം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്നൊരു പ്രശ്നം. മൂന്നാമത്തെ കാര്യം, ഈ പറയുന്ന മൊത്തത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരു ഓവർഹോളിംഗ്, അതും ഒരു പ്രശ്നമാണ്. ഈ 3 പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമരം കൊണ്ട് കഴിയുമോ? നേരത്തെ മിഥുൻ ചൂണ്ടിക്കാട്ടിയ പ്രചാരണം കൊണ്ട് കഴിയും? സമരം കൊണ്ടും പ്രചരണം കൊണ്ട് മാത്രമല്ല, ഇതൊരു ബഹുജനങ്ങളുടെ ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് മാറുമ്പോൾ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ മുൻ ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്ന മലയാളിയായിട്ടുള്ള K. ബാലഗോപാൽ എന്ന് പറയുന്ന ഒരു മഹനീയ വ്യക്തിയെ കുറച്ചു നേരം മുമ്പ് ഞാൻ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, അദ്ദേഹം അടക്കം ഏതാണ്ട് 10ഓളം മുൻ IAS ഓഫീസർമാർ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു IAS ഓഫീസറുടെ നേതൃത്വത്തിൽ അവർ കൃത്യമായി ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പഠിച്ച് വിശദമായി എവിടെയൊക്കെയാണ് തിരുത്തലുകൾ വേണ്ടത്, എവിടെയൊക്കെയാണ് ഇതിന്റെ തകരാറ് എന്നുള്ളൊരു വലിയൊരു പഠിച്ചൊരു റിസർച്ച് പ്രോജക്ട് തയ്യാറാക്കി 2-3 മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും കൊടുത്തിട്ടുണ്ട്. ഇടതുപക്ഷ പാർട്ടികളാകട്ടെ കോൺഗ്രസ് ആകട്ടെ എല്ലാവരും വാങ്ങിവെച്ചതല്ലാതെ നോക്കാമെന്ന് പറഞ്ഞല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. എന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലുള്ള പഠനങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്, സിവിൽ സൊസൈറ്റിയുടെ ഭാഗത്ത് ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. ഇത് കോൺഗ്രസോ CPM-ഓ മാത്രമായി വിചാരിക്കുക എന്നുള്ളതല്ല. മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട്
ആദ്യം നമ്മുടെ ലക്ഷ്യം ജനാധിപത്യത്തെ നിലനിർത്തുക, ജനാധിപത്യത്തിന്റെ നഷ്ടപ്പെട്ടു പോകുന്ന റെലവൻസ് തിരിച്ചുപിടിക്കുക, ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ്. അധികാര രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇതിനകത്തുള്ള ഈ ഒരുപാട് വലിയൊരു കാര്യമാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ തന്നെ രാജിവെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ശരിയായിട്ടല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ജയിക്കേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്നാൽ തന്നെ അവിടെ കാര്യങ്ങൾ വ്യക്തമായി വരും. കാരണം ഇപ്പൊ ജയിച്ചു കയറിയവർ, ഇത്രയും മൃഗീയമായ ഭൂരിപക്ഷം മേടിച്ച ആളുകൾക്ക് പോലും തങ്ങളുടെ ജയം ജയമാണോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടാക്കാനെങ്കിലും, അല്ലെങ്കിൽ ഉറച്ച് ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ഒരു തരംഗത്തിന് മുകളിൽ വന്നു എന്ന് പോലും അവർ പറയുന്നില്ല. തരംഗമുണ്ടെന്ന് അവർ അവകാശപ്പെടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഈ രീതി ചർച്ചയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് കുറെ കൂടി ഒരു വലിയൊരു ബഹുജന പ്രസ്ഥാനം, മുമ്പ് അഴിമതിക്കെതിരെയായിട്ട് VP സിംഗിന്റെ നേതൃത്വത്തിലൊക്കെ പ്രസ്ഥാനം വന്നതുപോലെ, അതിനു മുമ്പ് ഏകാധിപത്യത്തിനെതിരായിട്ട് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ പ്രസ്ഥാനം വന്നതുപോലെയൊക്കെ ഒരു വലിയൊരു ജനങ്ങൾ ഉണർന്നാൽ മാത്രമേ ഇതിനകത്ത് കാര്യമുള്ളൂ. കാരണം ജനങ്ങളാണ് തിരുത്തേണ്ട ശക്തി. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ശബ്ദം കേൾക്കപ്പെടുക തന്നെ വേണം. ജനങ്ങളുടെ ശബ്ദം മാത്രമാണ് കേൾക്കപ്പെടേണ്ടത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഇതിനകത്ത് മാറ്റം. അങ്ങനെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ, എഡ്യൂക്കേറ്റ് ചെയ്യാൻ, അവരെ സംഘടിപ്പിക്കാൻ, അവരെ സമരരംഗത്തിറക്കാൻ ഇന്ന് പ്രതിപക്ഷത്തിന് കഴിയുമോ, കോൺഗ്രസിന് സവിശേഷമായി കഴിയുമോ എന്നൊരു ചോദ്യം അവശേഷിക്കുകയാണ്. വളരെ നന്ദി ശ്രീ അനൂപ്, ശ്രീ ജയചന്ദ്രൻ, ശ്രീ ഷാജി, ശ്രീ മിഥുൻ വിജയകുമാർ ഇത്രയും സംസാരിച്ചവരുടെ വേള.